Good morning, all of you. എത്തിയോ എല്ലാരും? ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ജോയിൻ ചെയ്തവരെല്ലാരും ഒന്ന് കമന്റ് ചെയ്തേ. നിങ്ങൾ എല്ലാരും എത്തിയോന്ന് ഞാൻ അറിയട്ടെ. സോ ഗായ്സ്, ഇന്ന് നമ്മൾ നമ്മുടെ ഫിസിക്സിന്റെ ലൈവ് സ്റ്റാർട്ട് ചെയ്യാണ്. ഇന്ന് ഫിസിക്സിന്റെ ലൈവ് ആണ്. കെമിസ്ട്രി നമ്മൾ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തല്ലോ. ഇന്ന് മുതൽ എന്താണ് ഫിസിക്സ് ആണ്. ഓക്കെ, അപ്പോൾ ഫിസിക്സ് നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞോട്ടെ, ഓക്കെ അല്ലേ എല്ലാവരും? സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, the physical quantity which is equal to the change in momentum of a body is known as A. force, B. acceleration, C. impulse, D. work. അതായത് താഴെ തന്നിരിക്കുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റീസിൽ ചേഞ്ച് ഇൻ മൊമെന്റത്തിന് ഈക്വൽ ആയിട്ട് വരുന്ന ക്വാണ്ടിറ്റി ഏതാണ്? അതായത് ഒരു ബോഡിയുടെ ചേഞ്ച് ഇൻ മൊമെന്റത്തിന് ഈക്വൽ ആയിട്ടുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റി ഏതാണ്? അറിയുന്നവരൊന്ന് വേഗം ഉത്തരം പറഞ്ഞേ. അതിന്റെ ഒരു ആൻസർ ചെയ്തേ ഇവിടെ കമന്റില്. ഏതായിരിക്കും ഇതിന്റെ ആൻസർ വരുന്നത്? അറിയാവുന്നവരെല്ലാം വേഗം കമന്റ് ചെയ്യൂ. ഓപ്ഷൻ എ ആണോ, ഓപ്ഷൻ ബി ആണോ, ഓപ്ഷൻ സി ആണോ, ഓപ്ഷൻ ഡി ആണോ? ആർക്കും അറിയില്ലേ? പിന്നെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ഇമ്പൾസ് ആണ് കേട്ടോ. ഓപ്ഷൻ സി ഇമ്പൾസ് ആണ് ആൻസർ വരുന്നത്. അപ്പൊ അതെങ്ങനെയാ വരുന്നത് നമുക്ക് നോക്കാം. ഇതിന്റെ എക്സ്പ്ലനേഷൻ നമുക്ക് നോക്കാം. നമുക്കറിയാം ന്യൂട്ടൺ സെക്കൻഡ് ലോ പ്രകാരം എന്താണ്? ഫോഴ്സ് എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ മൊമെന്റം ഡിവൈഡഡ് ബൈ ടൈം ആണല്ലേ. അതായത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ആയിരിക്കും എന്ത്? ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് എന്ത് ന്യൂട്ടന്റെ സെക്കൻഡ് ലോ എന്ത് ചെയ്തത്? സ്റ്റേറ്റ് ചെയ്തത് അല്ലേ. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫോഴ്സ് ഈക്വൽ ടു ചേഞ്ച് ഇൻ മൊമെന്റം ഡിവൈഡഡ് ബൈ ടൈം എന്ന് നമുക്ക് എഴുതാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ചേഞ്ച് ഇൻ മൊമെന്റം ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ടൈം ആണെന്ന് നമുക്ക് എഴുതാം അല്ലേ. അങ്ങനെ ഫോഴ്സ് ഇൻറ്റു ടൈം എന്ന് നമ്മൾ എഴുതുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യാണ്? അത് ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? ഫോഴ്സിനെ എഫ് ഈക്വൽ ടു ചേഞ്ച് ഇൻ മൊമെന്റം ഡിവൈഡഡ് ബൈ ടൈം ആണല്ലേ. അപ്പൊ ഈ ചേഞ്ച് ഇൻ മൊമെന്റത്തിനെ ഞാനൊരു ഇൻസ്റ്റന്റേനിയസ് ലെവലിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ എനിക്ക് എന്ത് എഴുതാൻ പറ്റും? പി ആണല്ലേ നമ്മുടെ മൊമെന്റ് എന്ന് പറയുന്നത്. എനിക്ക് എന്ത് എഴുതാൻ പറ്റും? ഡി പി ഡിവൈഡഡ് ബൈ ഡി ടി. അതായത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ആണ് എന്ത്? ഫോഴ്സ് അല്ലേ. എനിക്ക് എന്ത് എഴുതാൻ പറ്റുന്നുണ്ട്? ഡി പി എന്ന് പറയുന്നത്, അതായത് ചേഞ്ച് ഇൻ മൊമെന്റത്തിന് എനിക്ക് എന്ത് എഴുതാൻ പറ്റുന്നുണ്ട്? എഫ് ഇൻറ്റു ഡി ടി എന്ന് എഴുതാം അല്ലെ. ഈ എഫ് ഇൻറ്റു ഡി ടി എന്ന് പറയുന്ന, അതായത് അതിന്റെ സ്കേലാർ പ്രൊഡക്റ്റിലേക്ക് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഒരു ബോഡിയിൽ ഡി ടി എന്ന് പറയുന്ന ഒരു ചെറിയ സമയത്ത് അതില് വരുന്ന ഫോഴ്സ് ആണ് എന്ത്? എഫ് ഡോട്ട് ഡി ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ. അപ്പൊ അതെന്താണ്? ഇമ്പൾസ് ആണ്. നമ്മൾ ഇമ്പൾസിന്റെ ഡെഫിനിഷൻ നമുക്കറിയാം. ഇമ്പൾസ് എന്ന് പറയുന്നത് ഒരു ബോഡിയിൽ വളരെ കുറഞ്ഞ സമയത്തേക്ക് അപ്ലൈ ചെയ്യുന്ന അല്ലെങ്കിൽ അഫക്റ്റ് ചെയ്യുന്ന ഒരു ഫോഴ്സിനെ നമ്മൾ എന്ത് പറയും? ഇമ്പൾസ് എന്ന് പറയും. അപ്പൊ അതിന്റെ ആൻസർ എന്താണ്? ഇമ്പൾസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായോ? എക്സ്പ്ലനേഷൻ എല്ലാവർക്കും മനസ്സിലായോ? എങ്ങനെയാണ് ആ ഒരു ആൻസർ വന്നതെന്ന് എല്ലാവർക്കും മനസ്സിലായോ? മനസ്സിലായവര് മനസ്സിലായെന്നൊന്ന് കമന്റ് ചെയ്യോ? ഓക്കെ, ഞാൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. എ പാസഞ്ചർ ഗെറ്റിംഗ് ഡൗൺ ഫ്രം എ മൂവിംഗ് ബസ് falls in the direction of motion of the bus. This is an example of A. second law of motion, B. third law of motion, C. inertia of rest, D. inertia of motion. അതായത് ഒരു പാസഞ്ചർ
ബസ്സിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാസഞ്ചർ എന്ത് ചെയ്യാണ്, അതിന്ന് ഇറങ്ങുകയാണ്. അങ്ങനെ ബസ്സിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് അയാൾ എന്ത് ചെയ്യും, ഇറങ്ങുന്ന ഒരു സമയത്ത് നമുക്ക് എന്തുണ്ടാവും, കുറച്ച് സമയം ഇങ്ങനെ മുന്നിലേക്കൊന്നും ഇങ്ങോട്ട് വീഴാൻ പോകുന്ന പോലെ എന്ത് ചെയ്യും, അയാൾക്ക് ഫീൽ ചെയ്യും. ഇത് ഏത് ലോ പ്രകാരമാണ്, അതായത് ഫിസിക്സിൽ ഇതിനുള്ള ഒരു എക്സ്പ്ലനേഷൻ തരുന്നത് താഴെ വരുന്നതിൽ ഏതാണ്? സെക്കൻഡ് ലോ ഓഫ് മോഷൻ ആണോ, തേർഡ് ലോ ഓഫ് മോഷൻ ആണോ, ഇനേഷ്യ ഓഫ് റെസ്റ്റ് ആണോ, ഇനേഷ്യ ഓഫ് മോഷൻ ആണോ? പറയൂ, ഏത് ഓപ്ഷൻ ആണ് ഒരു ബസ്സിൽ നിന്നും താഴേക്ക് ഇറങ്ങുന്ന പാസഞ്ചർ ബസ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡയറക്ഷനിലേക്ക് ഫോൾ ഡൗൺ ചെയ്യാനുള്ള കാരണം? അല്ലെങ്കിൽ ഫോൾ ഡൗൺ ചെയ്യില്ല, ആ ഭാഗത്തേക്ക് ഒന്ന് ഇങ്ങനെ ഫോൾ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി കാണിക്കുന്നതിന് ഏത് ഓപ്ഷൻ ആണ് നിങ്ങൾക്ക് ആൻസർ ആയിട്ട് തോന്നുന്നത്? ഓപ്ഷൻ എ ആണോ, ഓപ്ഷൻ ബി ആണോ, ഓപ്ഷൻ സി ആണോ, ഓപ്ഷൻ ഡി ആണോ? ആൻസർ ചെയ്യുക, അറിയാവുന്നവർ വേഗം ആൻസർ ചെയ്യുക. ഏതായിരിക്കും എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത് ഇതില്? ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, നമ്മൾ ബേസിക് ആയിട്ട് പഠിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, ചെറിയ ചെറിയ ക്ലാസ്സുകൾ തൊട്ടേ പഠിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, അതിന്റെ ഒരു എക്സാമ്പിളും ആണ്. പറയാൻ പറ്റുമോ ആർക്കെങ്കിലും ഏതായിരിക്കും? അറിയാവുന്നവരൊന്ന് പെട്ടെന്ന് ആൻസർ ചെയ്തേ. ഓക്കെ, അപ്പൊ ഇതിന്റെ ആൻസർ വരുന്നത് ഇനേഷ്യ ഓഫ് മോഷൻ ആണ്. അപ്പൊ എങ്ങനെയായിരിക്കും ഇത് ഇനേഷ്യ ഓഫ് മോഷൻ ആവുന്നത്? ഞാൻ പറഞ്ഞുതരാം. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫസ്റ്റ് ലോ പ്രകാരം എന്താണ്, ഒരു വസ്തു സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കാനേ ഉള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും അല്ലെ? അല്ല, ഇനി എന്താണ്, ഒരു ബോഡി റെസ്റ്റിലാണെന്നുണ്ടെങ്കിൽ ആ ബോഡിക്ക് എന്താണ്, അതിന്റെ റെസ്റ്റ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് കണ്ടിന്യൂ ചെയ്യാൻ തന്നെയുള്ള ഒരു ടെൻഡൻസി ഉണ്ടാകും അല്ലെ? അതിലേക്ക് നമ്മൾ ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു ഫോഴ്സ് കൊടുക്കുന്നത് വരെ അത് എന്ത് ചെയ്യില്ല, ഒരു സ്റ്റേറ്റിന് അതിന് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തുണ്ടാവില്ല, താല്പര്യം ഉണ്ടാവില്ല. ഓക്കെ, അപ്പൊ ഈ ഒരു കേസിൽ ഈ പാസഞ്ചർ എന്താ ചെയ്തിട്ടുണ്ടായിരുന്നത്, പാസഞ്ചർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആള് ബസ് മൂവ് ചെയ്യാന്ന് പറഞ്ഞത് എന്താണ്, ഒരു മൂവ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റിലായിരിക്കും അല്ലേ അപ്പൊ അയാൾ ഉണ്ടാവുക. അപ്പൊ ആ ഭാഗത്ത് നിന്ന് എന്താ ചെയ്യുന്നത്, പെട്ടെന്ന് ആള് താഴേക്ക് ഇറങ്ങുന്ന സമയത്ത് ബസ് അതേപോലെ മൂവ് ചെയ്യുന്നു, ആ സിസ്റ്റത്തിൽ നിന്ന് പുറത്തിറങ്ങി ഇയാൾ എന്താണ്, പെട്ടെന്ന് അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല അല്ലെ? അപ്പൊ അയാൾ എന്ത് ചെയ്യും, കുറച്ച് മുന്നിലേക്ക് എന്ത് ചെയ്യും, വീഴാനുള്ള ഒരു ടെൻഡൻസി കാണിക്കും. ഇതേ ഒരു കണ്ടീഷൻ നമുക്ക് എവിടെ അപ്ലൈ ചെയ്യാം? ഇതുപോലെ എന്ത് ചെയ്തു, ബസ് പെട്ടെന്ന് ബ്രേക്ക് ഇടുകയാണ്, അല്ലെങ്കിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബസ് പെട്ടെന്ന് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് എന്താണ്, അപ്പോഴും നമ്മൾ വീഴാൻ പോകുന്നില്ല. അപ്പോഴും എന്ത് ചെയ്യുന്നത്, മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബോഡി പെട്ടെന്ന് അതിന്റെ സ്റ്റേറ്റ് എന്ത് ചെയ്യാൻ പോവാണ്, റെസ്റ്റിലേക്ക് കൊണ്ടുവരാൻ പോവാണ് അല്ലെ? ഇങ്ങനെ സ്റ്റേറ്റിന് എന്താണ് ചേഞ്ച് ചെയ്യാൻ നോക്കുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ആ ഒരു ഇനേർഷ്യ അവിടെ എഫക്ട് ചെയ്യുന്നത് അല്ലെ? അപ്പൊ അങ്ങനെയാണ് എന്ത് ചെയ്തത്, ഇയാള് ഒന്ന് മുന്നിലേക്ക് എന്ത് ചെയ്തത്, വീഴാനുള്ള ഒരു ടെൻഡൻസി കാണിച്ചത്. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് ഈ ഒരു ആൻസർ ഇവിടെ കിട്ടുന്നത്. ഓക്കെ, മനസ്സിലായോ എല്ലാവർക്കും? ഇത് ഈ ഒരു ക്വസ്റ്റ്യൻ മനസ്സിലായോ? മനസ്സിലായെങ്കിൽ മനസ്സിലായി എന്ന് പറയണം, എനിക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് മൂവ് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. The fundamental frequency is in an open pipe is 120 Hz. Then frequency of third harmonic is, അതായത് ഒരു ഓപ്പൺ പൈപ്പിന്റെ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 120 Hz ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിന്റെ തേർഡ് ഹാർമോണിക് കാണാനാണ് നമ്മളെടുത്ത് പറഞ്ഞിട്ടുള്ളത്. എന്താണ്, ഒരു ഓപ്പൺ പൈപ്പിന്റെ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 120 Hz ആണ്. അതിന്റെ തേർഡ് ഹാർമോണിക് എന്ത് ചെയ്യണം, നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, നമുക്ക് കുറെ ഓപ്ഷൻസ് തന്നിട്ടുണ്ട് അല്ലേ? 120 Hz തന്നിട്ടുണ്ട്, 360 Hz തന്നിട്ടുണ്ട്, 240 Hz തന്നിട്ടുണ്ട്, 480 Hz തന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം. അപ്പോൾ the fundamental frequency F1 of an open pipe, also known as an open-ended tube, is given by F equal to എന്താണ് വരുന്നത്, F1 എന്തായിരിക്കും, V divided by 2L ആയിരിക്കും. ഓക്കെ, അതായത് ഫണ്ടമെന്റൽ ഫ്രീക്വൻസി ഒരു ഓപ്പൺ പൈപ്പിന്റെ അല്ലെങ്കിൽ ഓപ്പൺ എൻഡഡ് ട്യൂബിന്റെ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത് എന്തെങ്കിലും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് F1 equal to V divided by 2L. ആ ഒരു F എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യും, ഫണ്ടമെന്റൽ ആകുമ്പോൾ നമ്മൾ F1 എന്ന് എന്ത് ചെയ്യും, ഇൻഡിക്കേറ്റ് ചെയ്യും അല്ലേ? അതെന്താണ്, V divided by 2L ആണ്.
അപ്പൊ എന്താണ് ഇത് F1 എന്താണ് ഫണ്ടമെന്റൽ ഫ്രീക്വൻസി ആണ്. ഇനി V എന്താണ്? V എന്ന് പറയുന്നത് സ്പീഡ് ഓഫ് സൗണ്ട് ഇൻ ദ മീഡിയം ആണ്. ആ ഒരു ഇതിൽ സ്പീഡ് ഓഫ് സൗണ്ട്, ആ ഒരു മീഡിയത്തിൽ സ്പീഡ് ഓഫ് സൗണ്ട്. അപ്പൊ ഇവിടെ എന്താ നമ്മൾ നോർമലി എടുക്കുന്നത് എന്താണ്? എയർ ആണല്ലേ, യൂഷ്വലി എയർ ആണ്. അപ്പൊ അതിൽ അപ്രോക്സിമേറ്റ്ലി 343 m/s അറ്റ് റൂം ടെമ്പറേച്ചർ ആണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ എടുക്കുന്നത്. ഓക്കെ, ഇനി L എന്ന് പറയുന്നത് എന്താ? L എന്ന് പറയുന്നത് ഈ ഒരു ട്യൂബിന്റെ അല്ലെങ്കിൽ ഈ ഒരു പൈപ്പിന്റെ ലെങ്ത് ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഫോർ an open pipe the length L is equal to half of the wavelength lambda of the fundamental frequency. അപ്പൊ എന്താ പറഞ്ഞത്? അതിന്റെ L എന്ന് പറയുന്നത് ലാംഡയുടെ ആ ഒരു വേവ് ലെങ്ത്തിന്റെ ഹാഫ് ആയിരിക്കും. അപ്പൊ ലാംഡയുടെ ഹാഫ് ആണെന്ന് പറഞ്ഞാൽ നമുക്ക് ലെങ്ത് L നെ എന്ത് എഴുതാം? L equal to λ/2 എന്ന് എഴുതാം അല്ലെ. L equal to λ/2 എന്ന് എഴുതാം. ആ ഒരു ഇക്വേഷൻ ആണ് ഞാൻ എന്ത് ചെയ്തിട്ടുള്ളത്, ഇവിടെ കൊടുത്തിട്ടുള്ളത് അല്ലെ. L equal to λ/2. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഇത്രയും L equal to λ/2. പിന്നെയുള്ള ഇക്വേഷൻ എന്താ? F1 equal to V divided by 2L. അപ്പൊ ഈ ഇക്വേഷൻ നിങ്ങൾ എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക കേട്ടോ. നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യാണ്, ഓരോന്നായിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ട് വരാം. ഇനി nth ഹാർമോണിക് നമുക്ക് കാണണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഹാർമോണിക് ആണ് എന്ത് പറയുക, നമ്മൾ ബേസിക് ഹാർമോണിക് അല്ലെങ്കിൽ ഫണ്ടമെന്റൽ ഹാർമോണിക് നമ്മൾ പറഞ്ഞു. അത് കഴിഞ്ഞ് സെക്കൻഡ് ഹാർമോണിക് ഉണ്ടാവാം, തേർഡ് ഹാർമോണിക് ഉണ്ടാവാം, ഫോർത്ത് ഹാർമോണിക് ഉണ്ടാവും, അങ്ങനെ nth ഹാർമോണിക് വരെ ഉണ്ടാവാം അല്ലെ. അപ്പൊ അങ്ങനെ nth ഹാർമോണിക് നമുക്ക് കാണാനുള്ള ഇക്വേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ Fn equal to NF1 ആണ്. ഓക്കെ, എന്താണ്? NF1 ആണ് കേട്ടോ. ഫോർ ദ തേർഡ് ഹാർമോണിക്, അങ്ങനെയാണെങ്കിൽ തേർഡ് ഹാർമോണിക് നമുക്ക് എന്ത് എഴുതാൻ പറ്റും? F3 equal to 3F1 എന്ന് എഴുതാം അല്ലെ. Fn എന്ന് പറയുന്നത് nth ഹാർമോണിക് n into F1 ആണെന്നുണ്ടെങ്കിൽ തേർഡ് ഹാർമോണിക് എന്താണ്? n equal to 3 ആണ് അല്ലെ. n equal to 3 എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് എഴുതാം? F3 equal to 3F1 എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, ഇനി നമുക്ക് എന്താ ചെയ്തിട്ട്, നമുക്ക് ക്വസ്റ്റ്യനിൽ ഓൾറെഡി ഫണ്ടമെന്റൽ ഹാർമോണിക് F1 തന്നിട്ടുണ്ട് അല്ലെ. F1 120 ഹെർട്സ് ആണെന്ന് നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട് ഇല്ലേ. അപ്പൊ F1 എന്ന് പറയുന്നത് എന്താണ്? 120 ഹെർട്സ് ആണ്. ഓക്കെ, സോ വി ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ദിസ് വാല്യൂ ഇൻ ടു ദ ഇക്വേഷൻ അല്ലെ. നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ആ ഇക്വേഷനിലേക്ക് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. അപ്പൊ എന്താണ് കിട്ടുന്നത്? F3 equal to 3 into 120 ഹെർട്സ് ആണ്. അപ്പൊ ഇത്രയും ഉള്ളൂ ഇത് കേട്ടോ. ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്തതാണ്, ആ ഒരു ഇക്വേഷൻസ് എല്ലാം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. F3 അപ്പൊ എന്ത് വരും? 3 into 120 ഹെർട്സ്, 360 ഹെർട്സ് എന്ന് നമുക്ക് എഴുതാൻ പറ്റും. അപ്പൊ ഈ ഒരു ലാസ്റ്റ് ഇക്വേഷൻ മാത്രം നിങ്ങൾക്ക് യൂസ് ചെയ്താൽ എന്ത് ചെയ്താം, ആൻസർ ചെയ്യാൻ പറ്റും. അത് 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നിങ്ങൾ അറിഞ്ഞിരിക്കണം എന്താണ് nth ഹാർമോണിക്കിന്റെ ഇക്വേഷൻ, എന്തായിരിക്കും അവിടെ പൈപ്പിന്റെ ലെങ്ത്, എന്തായിരിക്കും ഫണ്ടമെന്റൽ ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ, ഇതെല്ലാം നിങ്ങൾ അറിഞ്ഞിരിക്കുക. അപ്പൊ ടോപ്പിക് ക്ലിയർ ആയല്ലോ. ഇപ്പൊ F3 എന്ന് പറയുന്നത് എന്താണ്? 3 into 120 ഹെർട്സ് ആണ്. അപ്പൊ നമുക്ക് ഓൾറെഡി അത് ഉണ്ടോ നോക്കാം നമ്മുടെ ഇതില് ഓപ്ഷൻസിൽ. നമ്മുടെ ഓപ്ഷൻസിൽ എന്താണ്? ബി, ഓപ്ഷൻ ബി എന്താണ്? 360 ഹെർട്സ് ആണ്. ഓക്കെ, മനസ്സിലായില്ലേ? ഇത്രയും മനസ്സിലായവര് ഒന്ന് ലൈക്ക് ചെയ്തേ നമ്മുടെ ലൈവിന്റെ വീഡിയോ. ആ ലൈക്ക് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക എല്ലാവരും. മനസ്സിലായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേ. ലൈക്ക് ചെയ്യൂ. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യന്റെ ഇക്വേഷൻ നിങ്ങൾ എല്ലാവരും ആൻസർ ചെയ്യണം. ഓക്കെ, അപ്പൊ എല്ലാവരുടെ അടുത്തൊന്നും എനിക്ക് എന്ത് വേണം? ആൻസർ വേണം കേട്ടോ. കിട്ടില്ലേ? ഏരിയ അണ്ടർ ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റ് ഗ്രാഫ് ഈസ് ഈക്വൽ ടു, ഏരിയ അണ്ടർ ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റ് ഗ്രാഫ് ഈസ് ഈക്വൽ ടു ഓപ്ഷൻ എ മൊമെന്റം, ഓപ്ഷൻ ബി ഇമ്പൾസ്, ഓപ്ഷൻ സി വർക്ക് ഡൺ, ഓപ്ഷൻ ഡി ആക്സിലറേഷൻ. അതായത് ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റ് ഗ്രാഫ് നമ്മൾ വരച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് താഴെ പറയുന്നതിൽ ഏത് ഫിസിക്കൽ ക്വാണ്ടിറ്റി ആണ്? ഏരിയ അണ്ടർ ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റ് ഗ്രാഫ് ഈസ് ഈക്വൽ ടു എന്താണ്? മൊമെന്റം ആണോ, ഇമ്പൾസ് ആണോ, വർക്ക് ഡൺ ആണോ, ആക്സിലറേഷൻ ആണോ? ഒന്ന് ആൻസർ പറഞ്ഞേ. ഓപ്ഷൻ എ ആണോ, ഓപ്ഷൻ ബി ആണോ, ഓപ്ഷൻ സി ആണോ, ഓപ്ഷൻ ഡി ആണോ? നിങ്ങൾക്ക് ഏതാ തോന്നുന്നേ? ഏത് ആൻസർ ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നത്? ഇത് ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ആൻസർ ചെയ്യൂ. ഏരിയ അണ്ടർ ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റ് ഗ്രാഫ്.
ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റ് ഗ്രാഫ് എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും നമ്മൾ വരയ്ക്കുന്നത്? ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റ് ഗ്രാഫിനെ നമ്മൾ എങ്ങനെയാ വരയ്ക്കുക? വെർട്ടിക്കൽ ആക്സിസിൽ നമ്മൾ എന്ത് കൊടുക്കും? വെർട്ടിക്കൽ ആക്സിസിൽ ഞാൻ ഫോഴ്സ് കൊടുക്കും അല്ലേ? സോറി, പുതിയ പേജിലേക്ക് എടുത്ത് വരക്കാം നമുക്ക്. ഓക്കെ, ഫോഴ്സ് എവിടെ എന്ത് ചെയ്യും? വെർട്ടിക്കൽ ആക്സിസിൽ കൊടുക്കും. ഈ ഒരു ആക്സിസിൽ ഫോഴ്സ് കൊടുക്കും. ഇവിടെ എന്താ കൊടുക്കുക? എസ് ഡിസ്പ്ലേസ്മെന്റ് കൊടുക്കും. ഇങ്ങനെയല്ലേ നമ്മൾ ഗ്രാഫ് വരയ്ക്കുക? അപ്പൊ ഇതിന്റെ ഏരിയ എന്തായിരിക്കും? ഇതിന്റെ ഏരിയ എന്ന് പറയുന്നത് എഫ് ഡോട്ട് എസ്, എഫ് ഇൻറ്റു എസ് അല്ലേ വരിക? എഫ് ഇൻറ്റു എസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വർക്ക് ഡൺ അല്ലേ? അതായത് ഫോഴ്സ് ഇൻറ്റു അത് മൂവ് ചെയ്തിട്ടുള്ള ഡിസ്റ്റൻസ്. അപ്പൊ എത്രയാണ് വരുന്നത്? എന്താണ് അപ്പൊ നമുക്ക് കിട്ടുക? വർക്ക് ഡൺ. ആ ഒരു ഫോഴ്സ് അത്രയും ഡിസ്പ്ലേസ്മെന്റ് ആ ബോഡിയിലേക്ക് കൊടുക്കാനുണ്ടായിട്ടുള്ള വർക്ക്. അപ്പൊ വർക്ക് ഡൺ ആണ് എന്ത്? ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. പോട്ടെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എടുക്കട്ടെ. ഇതുവരെയുള്ള ക്വസ്റ്റ്യൻസിൽ ഏതെങ്കിലും റിപ്പീറ്റ് ചെയ്യേണ്ടതുണ്ടോ? എന്തെങ്കിലും എക്സ്പ്ലനേഷനോ എങ്ങനെ ആൻസർ വന്നു എന്തെങ്കിലും പറഞ്ഞു തരേണ്ടതായിട്ടുണ്ടോ? അതോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാമോ? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് ഓക്കെ ആണോ? നിങ്ങൾ എല്ലാവരും റെഡി ആണോ? പോട്ടെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോട്ടെ. ചാറ്റ് ബോക്സിൽ ആക്റ്റീവ് ആവൂ. നിങ്ങളുടെ ഡൗട്ട്സ് ആണെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവാത്തതുണ്ടെങ്കിലും ഇനി കൂടുതൽ എക്സ്പ്ലനേഷൻസ് വേണമെങ്കിലും എല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യാം? പറയാം. പോവാം. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാട്ടോ. A charged particle moving in a magnetic field experience a force A in a direction of magnetic field, B in the direction opposite to the magnetic field, C in the direction perpendicular to its velocity only, in the direction perpendicular to both the magnetic field and velocity. ഒരു ചാർജ്ഡ് പാർട്ടിക്കിളിന് മാഗ്നറ്റിക് ഫീൽഡിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് അത് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനിൽ തന്നെയാണ് എന്നാണ് ഓപ്ഷൻ എ. അല്ല, അത് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് എന്നതാണ് എന്ത്? ഓപ്ഷൻ ബി. ഇനി ഓപ്ഷൻ സി എന്താ പറയുന്നത്? വെലോസിറ്റിയുടെ ഡയറക്ഷന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഈ ഫോഴ്സ് വരുന്നത് എന്നാണ്. ഇനി ഓപ്ഷൻ ഡി എന്താ പറയുന്നത്? ഇൻ ദ ഡയറക്ഷൻ പെർപെൻഡിക്കുലർ ടു ബോത്ത് ദ മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് ഇറ്റ്സ് വെലോസിറ്റി. ഇത് ബോത്ത് മാഗ്നറ്റിക് ഫീൽഡിന്റെയും വെലോസിറ്റിയുടെയും ഡയറക്ഷന്, രണ്ടെണ്ണത്തിന്റെയും ഡയറക്ഷന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് വരുന്നത് എന്ന്. അപ്പൊ ഇതിൽ ഏത് ഓപ്ഷനാണ് ശരിയായിട്ടുള്ളത്? ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ എന്ത് ചെയ്യാണ്? മൂവ് ചെയ്യാണ് ഒരു മാഗ്നറ്റിക് ഫീൽഡിലൂടെ. അങ്ങനെയാണെങ്കിൽ അതിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സിന് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഇതിൽ ഏതാണ്? ഏത് ഓപ്ഷനാണ് കറക്റ്റ് ആയിട്ട് വരുന്നത്? പറയൂ, ഏതായിരിക്കും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? നിങ്ങൾക്ക് ഏതാ കറക്റ്റ് ആയിട്ട് തോന്നുന്നതെന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്താൽ മതി? പറഞ്ഞാൽ മതി. നമുക്ക് നോക്കാം അതാണോ ശരിയല്ലേ. നമുക്ക് പിന്നെ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ, അതിന്റെ എക്സ്പ്ലനേഷൻ എന്താണെന്നുള്ളതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഡിസ്കസ് ചെയ്യാം. പറയൂ, ആൻസേഴ്സ് പറയൂ. പറയൂ. ഓപ്ഷൻ എ എന്ന് പറയുന്നുണ്ട്, ഓപ്ഷൻ ബി എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഇനി വേറെ ഏതൊക്കെ ആൻസർ ഉള്ളത്? ഏതായിരിക്കും ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? പറയോ. അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? ഈ ഒരു ഫോഴ്സ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇക്വേഷൻ ഉണ്ട്. അത് ആദ്യം നോക്കി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യും? നിങ്ങൾക്ക് മനസ്സിലാവും അതെങ്ങനെയാ വരുന്നത്. അപ്പോൾ
Q ഇൻറ്റു V ക്രോസ് B ആണ് ഇതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഈ ഒരു ഫോഴ്സിന്റെ ഇക്വേഷൻ, അതായത് അവിടെ വരുന്ന ഫോഴ്സിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? Q. ഇതാണ് ഇക്വേഷൻ. ഇതിൽ എന്തൊക്കെയാണ് ഈ ഫോഴ്സ് എന്ന് പറയുന്നത്? Q എന്താണ്? Q എന്ന് പറയുന്നത് ആ ചാർജിന്റെ ചാർജ് ആണ് അല്ലെ? എത്രയാണോ ആ ചാർജ് അതാണ് Q. ഇനി V എന്ന് പറയുന്നത് എന്താണ്? അതിന്റെ വെലോസിറ്റി ആണ്. B എന്ന് പറയുന്നത് എന്താണ്? ആ മാഗ്നറ്റിക് ഫീൽഡിന്റെ എമൗണ്ട് ആണ്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ആ വെലോസിറ്റിയുടെയും, അതായത് മാഗ്നറ്റിക് ഫീൽഡിന്റെയും വെലോസിറ്റിയുടെയും തമ്മിൽ അതിന്റെ ഇടയിലുള്ള ഓപ്പറേഷൻ എന്താണ്? വെക്റ്റർ പ്രൊഡക്റ്റ് ആണല്ലേ? വെക്റ്റർ പ്രൊഡക്റ്റ് ആണ്. പിന്നെ വെക്റ്റർ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ക്രോസ് പ്രൊഡക്റ്റ് നമ്മൾ എടുക്കുന്ന സമയത്ത് നമുക്ക് എന്താ കിട്ടുക? അത് പെർപെൻഡിക്കുലർ ഡയറക്ഷനിലായിരിക്കും. അതുകൊണ്ടാണല്ലോ നമ്മൾ അങ്ങനെ എടുത്തത് അല്ലേ? അപ്പൊ എന്താണ് ആ ഫോഴ്സ്? എന്താണ്? ബോത്ത് വെലോസിറ്റിക്കും അതേപോലെ മാഗ്നറ്റിക് ഫീൽഡിനും എന്താണ്? പെർപെൻഡിക്കുലർ ആണ്. അപ്പൊ എന്താണ് ആൻസർ? ഒരു ചാർജ്ഡ് പാർട്ടിക്കിളിന് മാഗ്നറ്റിക് ഫീൽഡിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡ്, അതിന്റെ മാഗ്നറ്റിക് ഫീൽഡിനും അതിന്റെ വെലോസിറ്റിക്കും പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു ഡയറക്ഷനിലായിരിക്കും. അപ്പൊ നമ്മുടെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. അതായത് രണ്ടിനും പെർപെൻഡിക്കുലർ ആയിരിക്കും വരിക. ഓപ്ഷൻ ഡി ആണ് ആൻസർ. മനസ്സിലായോ? ആ ഒരു ഇക്വേഷനിൽ നിന്ന് എങ്ങനെയാണ് നമ്മൾ നമ്മുടെ ആൻസറിനെ കണ്ടെത്തിയതെന്ന് മനസ്സിലായോ? എല്ലാവർക്കും മനസ്സിലായോ? മനസ്സിലായവർ യെസ് എന്ന് പറഞ്ഞേ. മനസ്സിലായവർ ആരെങ്കിലും ലൈക്ക് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തേ. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായോ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് ഞാൻ പോവാണ്. എന്നാല് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായില്ലേ? നമുക്ക് എന്ത് ചെയ്യാം? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. പോട്ടെ. അപ്പോൾ വിച്ച് ഓഫ് ദി ഫോളോവിങ് കളേഴ്സ് സഫേഴ്സ് മാക്സിമം ഡീവിയേഷൻ? ഓറഞ്ച്, ഗ്രീൻ, യെല്ലോ, ബ്ലൂ. ഓറഞ്ച്, ഗ്രീൻ, യെല്ലോ, ബ്ലൂ. ഇതില് ഏറ്റവും കൂടുതൽ ഡീവിയേഷൻ ഉണ്ടാകാൻ പോകുന്ന കളർ ഏതായിരിക്കും? ഇതിൽ ഏത് കളറിനായിരിക്കും കൂടുതൽ ഡീവിയേഷൻ വരിക? പറയൂ, ആൻസർ പറയൂ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ആൻസർ ആണ്. പറ. ഓപ്ഷൻ എ ആണോ? ഓപ്ഷൻ ബി ആണോ? ഓപ്ഷൻ സി ആണോ? ഓപ്ഷൻ ഡി ആണോ? എല്ലാവരും നല്ല എനർജറ്റിക് ആയിട്ട് പറഞ്ഞേ, ഏതാണ് ആൻസർ? താഴെ കൊടുത്തിട്ടുള്ള ഓപ്ഷനുകളിൽ ഏത് കളറിനാണ് ഏറ്റവും കൂടുതൽ ഡീവിയേഷൻ വരിക? ഏത് കളറിനായിരിക്കും? ഓറഞ്ചിനാണോ? അതോ ഗ്രീനാണോ? അതോ യെല്ലോക്കാണോ? അതോ ബ്ലൂ ആണോ? ഏതാ? ആരാ പറയും? ആൻസർ വരട്ടെ. നിങ്ങൾക്ക് ഇന്നും ഒരു എനർജി ഇല്ലല്ലോ ആർക്കും. ബ്ലൂ. ഓക്കെ, ഇനി ഒരാൾ ആൻസർ പറഞ്ഞു. ഓക്കെ, വരട്ടെ, ആൻസറുകൾ വരട്ടെ. അപ്പൊ ബ്ലൂ ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ. ഏതാണ്? ബ്ലൂ ആണ് കേട്ടോ കറക്റ്റ് ആൻസർ. ബ്ലൂ ആണ് കറക്റ്റ് ആൻസർ. ഇനി എങ്ങനെയാ ബ്ലൂ വരുന്നതെന്ന് നമുക്ക് നോക്കാം. എങ്ങനെയാ ബ്ലൂ വന്നേ? നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം എടുക്കുകയാണ് അല്ലെ? ഇത്തരം ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നാൽ നമ്മൾ ആദ്യം ഓർക്കേണ്ടത് ആരെയാണ്? ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തിനെയാണ്. ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തിന്റെ എല്ലാരെയും നമുക്ക് ആവശ്യമില്ല. നമ്മൾ ഗാമയും എക്സ്റേയും എല്ലാം എന്ത് ചെയ്യാണ്? അത്തരം ആൾക്കാരെയൊക്കെ നമ്മൾ മാറ്റി നിർത്തിയിട്ട് നമുക്ക് വേണ്ട വിസിബിൾ ലൈറ്റിനെ മാത്രം എടുക്കുക. ഈ യെല്ലോ, ഓറഞ്ച്, ഗ്രീൻ, ബ്ലൂ ഇതൊക്കെ എവിടെ വരുന്നതാണ്? വിസിബിൾ സ്പെക്ട്രത്തിൽ, നമ്മുടെ വിസിബിൾ ലൈറ്റിലുള്ള സ്പെക്ട്രം ആണ് അല്ലെ? അത് മാത്രം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, ഞാൻ ആ കൊടുത്തിരിക്കുന്നത് പോലെ ഒരു സ്പെക്ട്രം നമ്മൾ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നുണ്ട് വയലറ്റ്, ഈ ഒരു ബ്ലൂ ഷെയ്ഡുകൾ വരുന്നത് എവിടേക്കാണ്? വേവ് ലെങ്ത് വളരെ കുറഞ്ഞത് അല്ലെങ്കിൽ ഫ്രീക്വൻസി വളരെ കൂടുതൽ അല്ലെ? ഈ ഒരു സ്പെക്ട്രം നമ്മൾ എങ്ങനെയാ അറേഞ്ച് ചെയ്തിട്ടുള്ളത്? അത് ലെഫ്റ്റ് സൈഡിൽ നിന്നും റൈറ്റ് സൈഡിലോട്ട് പോകുമ്പോൾ ഫ്രീക്വൻസി എന്ത് ചെയ്യാണ്? ഫ്രീക്വൻസി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതേ സമയത്ത് അതിന്റെ വേവ് ലെങ്ത് എന്താ ചെയ്യുന്നത്? വേവ് ലെങ്ത് കൂടിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ? അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ബ്ലൂയുടെ അവസ്ഥ എന്താ? ബ്ലൂവിന്റെ അവസ്ഥ എന്താ വരുന്നത്? ബ്ലൂ എന്ന് പറയുന്നത് വേവ് ലെങ്ത് വളരെ കുറവാ, പക്ഷെ ഫ്രീക്വൻസി എന്താണ്? വളരെ കൂടുതലാ അല്ലെ? അപ്പൊ ഇങ്ങനെ ഫ്രീക്വൻസി കൂടിയാൽ അല്ലെങ്കിൽ വേവ് ലെങ്ത്
കുറഞ്ഞാൽ അതിന്റെ ഡീവിയേഷൻ എന്തായിരിക്കും? കൂടുതലായിരിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ ആ ഇക്വേഷൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നമ്മൾ ഡി ആണ് നമ്മുടെ ഡീവിയേഷൻ എങ്കിൽ അത് എന്താണ്? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 1/λ ആണ്. അപ്പൊ എങ്ങനെയാ വരുന്നത്? 1/λ ആണ് എന്ത്? ഡീവിയേഷൻ പ്രൊപ്പോർഷണൽ ആവുന്നത് അല്ലെ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താണ്? ലാംഡ കുറഞ്ഞു കഴിഞ്ഞാൽ, അതായത് വേവ് ലെങ്ത് ലാംഡ കുറഞ്ഞു കഴിഞ്ഞാൽ ഡീവിയേഷൻ എന്തായിരിക്കും? ഹൈ ആയിരിക്കും അല്ലെ? അങ്ങനെയാണ് എന്ത് ചെയ്തത്? ഈ ഒരു ബ്ലൂ എന്ന് പറയുന്ന ലൈറ്റിന് എന്ത് വന്നത്? ഡീവിയേഷൻ കൂടിയത്. അങ്ങനെയാണെങ്കിൽ റെഡിന് എന്താ അവസ്ഥ? റെഡിന് എന്തായിരിക്കും അവസ്ഥ? റെഡ് എന്ന് പറയുന്നത് ഹൈ വേവ് ലെങ്ത് ഉള്ള റേ ആണല്ലേ? അപ്പൊ ആ ഒരു കളറിന് എന്തായിരിക്കും? ഡീവിയേഷൻ കുറവായിരിക്കും. അപ്പം നമ്മൾ വേവ് ലെങ്ത് വെച്ചിട്ടാണ് എന്ത് ചെയ്യേണ്ടത്? ഇതിനെ നോക്കേണ്ടത്. അപ്പൊ വേവ് ലെങ്ത് വെച്ച് നോക്കിയാൽ നമുക്ക് എന്ത് കിട്ടും? ഫ്രീക്വൻസിയുടെ ആ ഒരു അതിൽ ഫ്രീക്വൻസിയുടെ ഒരു ഇൻഫ്ലുവൻസ് നമുക്ക് ഓട്ടോമാറ്റിക്കലി കിട്ടും അല്ലെ? അതാണെന്നുണ്ടെങ്കിൽ എന്താണ്? ഫ്രീക്വൻസി വളരെ ഹൈ ആയിരിക്കും. അങ്ങനെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ബ്ലൂ എന്ന് പറയുന്ന ലൈറ്റിന് അതിന്റെ ഡീവിയേഷൻ കൂടിയത്. ഓക്കെ, മനസ്സിലായോ എല്ലാവർക്കും? മനസ്സിലായോ എങ്ങനെയാണ് ബ്ലൂ എന്ന് പറയുന്ന ലൈറ്റിന് അല്ലെങ്കിൽ ബ്ലൂ എന്ന് പറയുന്ന കളറിന് കൂടുതൽ ഡീവിയേഷൻ വന്നതെന്ന്? മനസ്സിലായില്ലേ? മനസ്സിലായവര് മനസ്സിലായി എന്ന് പറഞ്ഞേ, എനർജറ്റിക് ആയിട്ട് പറഞ്ഞേ. എന്നിട്ട് നമുക്ക് ഓടി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകണം. നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ്, ഒരുപാട് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് നമ്മൾ ഇന്ന് ഇവിടെ കവർ ചെയ്യുന്നതാണ്. അപ്പോൾ ഓൾറെഡി നമ്മൾ ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്സിലെ ക്വസ്റ്റ്യൻസ് ആണ് എന്ത് ചെയ്തത്? നോക്കിയത്. മനസ്സിലായി. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായില്ലേ? അപ്പോ ഇത് മാത്രമല്ല, ഇതിന് മുമ്പ് എടുത്ത ക്വസ്റ്റ്യൻസും എല്ലാവർക്കും മനസ്സിലായില്ലേ? ഏതെങ്കിലും റിപ്പീറ്റ് ചെയ്യേണ്ടതായിട്ടോ ഏതെങ്കിലും പോയിന്റ്സ് വിട്ടുപോയതിലേക്ക് നിങ്ങൾക്ക് മനസ്സിലാവാത്തതായിട്ടോ ഉണ്ടോ? അത് ക്ലിയർ ആക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകും. എല്ലാവർക്കും ഓക്കെ അല്ലേ? ഇതുവരെ എല്ലാവർക്കും ഓക്കെ അല്ലേ? ആണോ? ഓക്കെ ആണോ? അല്ലേ? ഒന്ന് പറഞ്ഞ് എനർജറ്റിക് ആയിട്ട് പറഞ്ഞ് എല്ലാവർക്കും മനസ്സിലായി, ക്ലിയർ ആണ്. ഓക്കെ, അപ്പൊ ഞാൻ എന്ത് ചെയ്യാ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ബ്ലൂ കളർ ഓഫ് സ്കൈ ഈസ് ഡ്യൂ ടു ഫിനോമിന ഓഫ് ലൈറ്റ്, സ്കാറ്ററിംഗ്, ഡിസ്പെർഷൻ, ഇന്റർഫെറൻസ്, ഡിഫ്രാക്ഷൻ. നമ്മുടെ സ്കൈ എന്താണ്? ബ്ലൂ കളറിൽ കാണപ്പെടാൻ കാരണം താഴെ പറയുന്നതിൽ ഏത് ഫിസിക്കൽ പ്രോസസ് ആണ്? നമ്മളെ നോക്കുന്ന സമയത്ത് സ്കൈ നമുക്ക് ബ്ലൂ ആയിട്ട് കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിന് റീസൺ എന്താണ്? ഓപ്ഷൻ എ സ്കാറ്ററിംഗ്, ഓപ്ഷൻ ബി ഡിസ്പെർഷൻ, ഓപ്ഷൻ സി ഇന്റർഫെറൻസ്, ഓപ്ഷൻ ഡി ഡിഫ്രാക്ഷൻ. താഴെ പറയുന്നതിൽ ഏത് പ്രോസസ് ആയിരിക്കും സ്കൈയുടെ ബ്ലൂ കളറിന് റീസൺ ആയിട്ടുള്ളത്? പറഞ്ഞ ആൻസർ ഏതാണ്? ആ പ്രോസസ് നിങ്ങൾക്ക് എല്ലാവർക്കും ആൻസർ അറിയാം. പറഞ്ഞേ, ഏതാണ്? വേഗം വേഗം ആൻസർ വേണം എനിക്ക്, പറയൂ. സ്കാറ്ററിംഗ് ആണോ? ഡിസ്പെർഷൻ ആണോ? ഇന്റർഫെറൻസ് ആണോ? ഡിഫ്രാക്ഷൻ ആണോ? ഏതാണ്? ഏതാണ്? അറിയില്ല. ഓക്കെ, അറിയാത്തവർക്ക് ഞാനിപ്പോ പറഞ്ഞു തരും. ഇനി അറിയുന്നവർ ആരൊക്കെയാണെന്ന് വെച്ചാൽ കമന്റ് ചെയ്തേ. ഇതിന്റെ ആൻസർ വരുന്നത് സ്കാറ്ററിംഗ് ആണ് കേട്ടോ. സ്കാറ്ററിംഗ് ആണ് വരുന്നത്. അപ്പൊ ഇതിൽ സ്കാറ്ററിംഗ് എന്ന് പറയുമ്പോഴും ബ്ലൂ ലൈറ്റ് തന്നെയാണല്ലേ വന്നത്. അപ്പൊ അതിന് കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ അറ്റ്മോസ്ഫിയർ ഒരിക്കലും ക്ലീൻ അല്ല അല്ലെ? അവിടെ ഒരുപാട് ഡസ്റ്റ് പാർട്ടിക്കിൾസ് ആണെങ്കിലും ഒരുപാട് പാർട്ടിക്കിൾസ് ഉണ്ടാവും. അപ്പൊ ആ ഒരു സമയത്ത് നമ്മുടെ വിസിബിൾ ലൈറ്റ് ആ ഒരു അറ്റ്മോസ്ഫിയറിലൂടെ പാസ് ചെയ്യുന്ന സമയത്ത് ഇത് എന്ത് ചെയ്യും? ഇത് പലതരം സ്കാറ്ററിങ്ങിനൊക്കെ എന്ത് ചെയ്യും? സബ്ജക്റ്റീവ് ആവും. അതായത് പലതരം സ്കാറ്ററിംഗ് എല്ലാം എന്ത് ചെയ്യും? ഇതിന് സംഭവിക്കും. ഓക്കെ, അങ്ങനെ സംഭവിക്കുന്ന സമയത്ത് നമുക്കറിയാം വിസിബിൾ ലൈറ്റിൽ ഏറ്റവും വേവ് ലെങ്ത് കുറഞ്ഞിട്ടുള്ള ലൈറ്റ് എന്ന് പറയുന്നത് ബ്ലൂ ആണല്ലേ? അപ്പൊ ഈ ബ്ലൂ ലൈറ്റിനായിരിക്കും എന്ത് സംഭവിക്കുന്നത്? കൂടുതൽ എന്ത് ചെയ്യുന്നത്? സ്കാറ്റേർഡ് ആവുന്നത്. ഓക്കെ, അങ്ങനെ കൂടുതൽ ഇത് സ്കാറ്റേർഡ് ആവുന്ന കാരണമാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? സ്കൈ ബ്ലൂ കളറായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് എന്ത് സ്കൈ ബ്ലൂ കളർ എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, സ്കാറ്ററിംഗ് എന്ന് പറയുന്ന പ്രോസസ് ആണ് സ്കൈക്ക് ഈ ഒരു ബ്ലൂ കളർ കൊടുക്കുന്നത്. ഓക്കെ, മനസ്സിലായോ എല്ലാവർക്കും? മനസ്സിലായോ? എല്ലാവർക്കും ക്ലിയർ ആയോ? എല്ലാവർക്കും ക്ലിയർ ആയോ? എല്ലാവർക്കും ക്ലിയർ ആയാൽ നമ്മൾ എന്ത് ചെയ്യും? അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകും. ക്ലിയർ ആയോ എല്ലാവർക്കും?
സോ നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലായിട്ട് പോവുകയാണ്. In Rutherford scattering experiment, target nucleus was bombarded with alpha particles, beta particles, alpha rays, gamma rays and protons. എന്താണ് റൂദർഫോർഡിന്റെ എക്സ്പെരിമെന്റിൽ ടാർഗറ്റ് ന്യൂക്ലിയസിൽ നമ്മൾ ഇൻസിഡന്റ് ചെയ്തത്? സിമ്പിൾ ആണല്ലേ. എന്താണ്? ആൽഫ പാർട്ടിക്കിൾ ആണ്. ആ ഒരു എക്സ്പെരിമെന്റ് കാഥോഡ് റേ എക്സ്പെരിമെന്റ് നമ്മൾ എന്ത് ചെയ്യണം? പഠിക്കണം കേട്ടോ. നമ്മൾ കാഥോഡ് റേ എക്സ്പെരിമെന്റ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഇലക്ട്രോണിന്റെ ആ ഒരു ഡിസ്കവറിയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടല്ലേ. അപ്പം കാഥോഡ് റേ എക്സ്പെരിമെന്റും അതിന്റെ ആ ഒരു ഇലക്ട്രോണിന്റെ ഡിസ്കവറി ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ആ ഒരു ചാപ്റ്ററിൽ നമ്മൾ കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക? എല്ലാ ചാപ്റ്ററിന്റെ വീഡിയോസും ഒന്നുപോലെ മിസ് ചെയ്യാതെ കാണുക. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഒരു പ്രോബ്ലം ആണ്. കാര്യമായിട്ട് കാൽക്കുലേഷൻസ് ഒന്നുമില്ല, സ്റ്റിൽ ഒരു പ്രോബ്ലം. A radioactive substance has initial concentration N0. After 4 half-lives, the concentration of this substance left will be. എത്ര ആയിരിക്കും? N0/4 ആണോ, N0/12 ആണോ, N0/8 ആണോ, N0/16 ആണോ? അതായത് ഒരു റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസിന്റെ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് N0 ആണ്. അങ്ങനെയാണെങ്കിൽ 4 ഹാഫ് ലൈഫ് കഴിഞ്ഞു കഴിഞ്ഞാൽ അതില് എത്ര ആയിരിക്കും ഇനീഷ്യൽ കോൺസെൻട്രേഷന്റെ എത്ര പോർഷൻ ആയിരിക്കും റിമൈൻ ചെയ്യുന്നുണ്ടാവും? 4 ഹാഫ് ലൈഫ് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, 4 ഹാഫ് ലൈഫിന് ശേഷം എത്ര കോൺസെൻട്രേഷൻ ആയിരിക്കും റിമൈൻ ചെയ്യുക? ആദ്യത്തെ ഇനീഷ്യൽ കോൺസെൻട്രേഷന്റെ എത്ര പാർട്ട് ആയിരിക്കും അതിൽ ബാക്കി ഉണ്ടാവുക? ഇതാണ് ക്വസ്റ്റ്യൻ. പറഞ്ഞേ, എത്ര പാർട്ട് ഉണ്ടാവും ബാക്കി? ഓപ്ഷൻ എ ആണോ, ഓപ്ഷൻ ബി ആണോ, ഓപ്ഷൻ സി ആണോ, ഓപ്ഷൻ ഡി ആണോ? ഏതാണ് ആൻസർ? ആൻസർ അറിയാവുന്നത് എനർജറ്റിക് ആയിട്ട് പറയൂ, വേഗം പറയൂ. ഏതാണ് ഇതിവിടെ നമുക്ക് ആൻസർ ആയിട്ട് വരിക? ഏതാണ് കറക്റ്റ് ആൻസർ? പറയൂ. നമ്മുടെ കറക്റ്റ് ആൻസർ വരുന്നത് N0/16 ആണ്. ഓക്കെ, N0/16 ആണ് കേട്ടോ. അപ്പൊ അതെങ്ങനെയാ വന്നേ ചോദിച്ചു കഴിഞ്ഞാല് ഞാൻ പറഞ്ഞുതരാം. ഹാഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ എന്താ? N0/2 ആവുന്ന കണ്ടീഷൻ ആണല്ലേ. അതായത് നമ്മുടെ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ N0 ആണെങ്കിൽ അതിന്റെ ഹാഫ് ആവുന്നതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ എന്ത് പറയാ? ഹാഫ് ലൈഫ് എന്ന് പറയാം. നെക്സ്റ്റ്, ഇതാണ് ഫസ്റ്റ് ഹാഫ് ലൈഫ്. ഫസ്റ്റ് ഹാഫ് ലൈഫിൽ ഇത്രയായി. അങ്ങനെയാണെങ്കിൽ ഒരു ഹാഫ് ലൈഫ് കൂടെ കഴിഞ്ഞാൽ ഇത് എന്താവും? ഇതിന്റെ പകുതി ആവും അല്ലേ. പിന്നെ ആകുന്നത് ഇതിന്റെ ഫസ്റ്റ് ഈ ഒരു N0/2 പകുതിയാകുന്നത് എത്ര വരിക? N0/4 വരും, വരില്ലേ? ഇതാണ് സെക്കൻഡ് ഹാഫ് ലൈഫിൽ വരുന്നത്, സംഭവിക്കുന്നത്. ഇനി തേർഡ് ഹാഫ് ലൈഫിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ ഇതിന്റെ പകുതി ആവും അല്ലേ. നമുക്ക് എന്ത് കിട്ടും? 8 കിട്ടും. ഓക്കെ, ഇനി നമ്മൾ ഫോർത്ത് ഹാഫ് ലൈഫിലേക്ക് വരുന്ന സമയത്ത് എത്രയായിരിക്കും കിട്ടുന്നത്? ഇതിന്റെ ആണല്ലേ പിന്നെ വരിക. ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? ഇത് വരുന്നത്. അതായത് ഓരോരോ ഹാഫ് ലൈഫിലും അത് ഹാഫായി വന്നുകൊണ്ടേയിരിക്കും അല്ലെ. അങ്ങനെ ലാസ്റ്റ് എന്താണ്? നമ്മുടെ ഫസ്റ്റ് ക്വാണ്ടിറ്റി, ഫസ്റ്റ് ഉണ്ടായിരുന്ന ഇനീഷ്യൽ കോൺസെൻട്രേഷന്റെ N0/16 എന്ന ഒരു എമൗണ്ടിലേക്കായിരിക്കും എന്ത് വരുന്നത്? ഇതിന്റെ ഹാഫ് ലൈഫ് വരുന്നത്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആയോ എല്ലാവർക്കും? എങ്ങനെയാണ് N0/16 കിട്ടുന്നതെന്ന് എല്ലാവർക്കും മനസ്സിലായില്ലേ? എല്ലാവർക്കും മനസ്സിലായില്ലേ? എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതുണ്ടോ? മനസ്സിലായോ എല്ലാവർക്കും? മനസ്സിലായവർക്ക് കമന്റ് ഇടാം. മനസ്സിലായോ? ഞാൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ചെയ്തോട്ടെ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോട്ടെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് two bodies of masses m1 and m2 where m1 greater than m2 have equal linear momentum. Which of them has greater kinetic energy? Explain your answer mathematically. അതായത് രണ്ട് ബോഡി ഉണ്ട്, രണ്ട് ബോഡികളുണ്ട്. അവിടെ മാസ് m1 m2. അതിന്റെ പ്രത്യേകത എന്താണ്? m1 എന്ന് പറയുന്നത് m2വിനേക്കാളും മാസ് കൂടിയ ബോഡിയാണ്. ഓക്കെ, അപ്പൊ അതില് അവരുടെ ലീനിയർ മൊമെന്റം എന്താണ്? ഈക്വൽ ആണ്. ഓക്കെ,
അങ്ങനെയാണെങ്കിൽ അവരുടെ കൈനറ്റിക് എനർജി എങ്ങനെയായിരിക്കും കൂടുതൽ, ഏതിനായിരിക്കും കൂടുതൽ അല്ലെങ്കിൽ ഏതിനായിരിക്കും കുറവ്, എന്തായിരിക്കും കൈനറ്റിക് എനർജിയുടെ അവസ്ഥ എന്ന് നമ്മൾ എന്ത് ചെയ്യണം, മാത്തമെറ്റിക്കലി നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, കണ്ടുപിടിക്കാം, എന്താ വരുന്നത് നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, ഫസ്റ്റ് നമ്മൾ നോക്കേണ്ട കാര്യം, നമുക്ക് തന്നിട്ടുള്ളത് എന്തൊക്കെയാണ്? നമുക്ക് ആദ്യം കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ എഴുതി വെക്കാം. കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ എന്താണ് വരുന്നത്? ഹാഫ് എം വി സ്ക്വയർ ആണല്ലേ. കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ എന്താണ്? കെ എന്ന് പറയുന്നത് എന്താണ്? ഹാഫ് എം വി സ്ക്വയർ ആണ്. ഹാഫ് എം വി സ്ക്വയർ ആണ് അല്ലേ. ഇനി അതിൽ വേർ എം ഈസ് ദ മാസ് ഓഫ് ദ ഒബ്ജക്ട് ആൻഡ് ഇറ്റ്സ് വി ഈസ് ദ വെലോസിറ്റി. അതായത് എം എന്ന് പറയുന്ന മാസ് ഉള്ള ഒരു ഒബ്ജക്റ്റ് വി എന്ന് പറയുന്ന വെലോസിറ്റിയിൽ ട്രാവൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ കൈനറ്റിക് എനർജി എത്രയാണ് വരുന്നത്? ഹാഫ് എം വി സ്ക്വയർ ആണ് വരിക അല്ലേ. ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ അല്ലേ. ഇനി നമുക്ക് ഇവിടെ തന്നിട്ടുള്ള കാര്യം എന്താണ്? ഈ രണ്ട് ബോഡികളുടെയും ലീനിയർ മൊമെന്റം ഈക്വൽ ആണെന്ന് നമുക്ക് എന്ത് ചെയ്തു? തന്നു. ഓക്കെ, രണ്ട് ബോഡികളുടെയും ലീനിയർ മൊമെന്റം ഈക്വൽ ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്ത് എഴുതാൻ പറ്റും? എത്രയാണ് ലീനിയർ മൊമെന്റം? പി എന്ന് പറയുന്നത് എന്താണ്? എം വി ആണല്ലേ. മാസ് ഇൻറ്റു വെലോസിറ്റി ആണ് എന്ത്? ലീനിയർ മൊമെന്റം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ P1 ഫസ്റ്റ് ബോഡിയുടെ എന്തായിരിക്കും വരിക? P1 എന്ന് പറയുന്നത് M1 ഇൻറ്റു V1. അതായത് ഫസ്റ്റ് ബോഡിയുടെ മാസ് ഇൻറ്റു ഫസ്റ്റ് ബോഡിയുടെ വെലോസിറ്റി M1 V1 ആയിരിക്കും എന്ത്? ഫസ്റ്റ് ലീനിയർ മൊമെന്റം എന്ന് പറയുന്നത് അല്ലേ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇങ്ങോട്ട് എഴുതി തരാം. P1 എന്താണ്? M1 V1 ആണ് അല്ലേ. ഇനി P2 എന്താണ്? M2 V2 ആണ് അല്ലേ. ഇനി നമുക്ക് തന്നിട്ടുള്ളത് എന്താണ്? ഈ രണ്ട് ലീനിയർ മൊമെന്റവും എന്താണ്? ഈക്വൽ ആണെന്നാണ് നമുക്ക് തന്നിട്ടുള്ളത്. അതായത് M1 V1 എന്ന് പറയുന്നത് എന്താണ്? M2 V2 ഈക്വൽ ആണെന്ന് നമുക്ക് തന്നു. M1 V1 എന്ന് പറയുന്നത് M2 V2 ഈക്വൽ ആണെന്ന് എന്ത് ചെയ്തിട്ടുണ്ട്? പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യാണ്? ഈ ഒരു M1 V1 എന്ത് ചെയ്യാണ്? ചെറിയൊരു സബ്സ്റ്റിറ്റ്യൂഷൻ നടത്താനുണ്ട്. അപ്പൊ കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ നമുക്ക് ഓൾറെഡി അറിയാം അല്ലേ. ഇനി ഞാൻ ഫസ്റ്റ് ബോഡിയുടെ കൈനറ്റിക് എനർജി എഴുതുന്ന സമയത്ത് കൈനറ്റിക് എനർജി 1 എന്തായിരിക്കും? കൈനറ്റിക് എനർജി 1 എനിക്ക് എന്ത് എഴുതാൻ പറ്റും? ഹാഫ് ഇൻറ്റു M1 V1 സ്ക്വയർ എന്ന് എഴുതി കൂടെ. അതായത് K1 കൈനറ്റിക് എനർജി 1 എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു M1 ഇൻറ്റു V1 സ്ക്വയർ എന്ന് എനിക്ക് എഴുതി കൂടെ എഴുതാം. അപ്പൊ അതാണ് ഞാൻ നെക്സ്റ്റ് എഴുതിയത്. ഇനി അങ്ങനെയാണെങ്കിൽ K2 എന്തായിരിക്കും? K2 എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു M2 ഇൻറ്റു V2 സ്ക്വയർ. അതായത് അതിന്റെ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് എന്തായിരിക്കും? അതിന്റെ മാസ് ഇൻറ്റു അതിന്റെ വെലോസിറ്റിയുടെ സ്ക്വയർ ഇൻറ്റു ഹാഫ് അല്ലേ. ഓക്കെ, അപ്പോ ഹാഫ് ഇൻറ്റു M2 ഇൻറ്റു V2 സ്ക്വയർ ആണ് എന്ത്? നെക്സ്റ്റ് നമുക്ക് കിട്ടിയിട്ടുള്ള കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി M1 V1 M2 V2 എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ നമുക്ക് ഉണ്ടായിരുന്നു അല്ലേ. M1 V1 ഈക്വൽ ടു M2 V2, അതായത് ലീനിയർ മൊമെന്റം ഈക്വൽ ആണെന്ന് പറയുന്നതിന് നമുക്ക് അത് കിട്ടി. ഇനി ഞാൻ ഇവിടെ എന്ത് ചെയ്യാണ്? ഇവിടെ നിന്ന് ഞാൻ V1 എങ്ങോട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാം. V1 മാത്രം ഞാൻ എടുക്കുക. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ M2 V2 ഡിവൈഡഡ് ബൈ M1 എന്താണ്? V1 ആണ് അല്ലേ. ഇതാണ് V1 എന്ന് പറയുന്നത്. ഇനി ഞാൻ V1 വെറുതെ എടുത്തതല്ല, നമ്മൾ എന്ത് ചെയ്യാണ്? മാത്തമെറ്റിക്കലി നമുക്കത് കണ്ടുപിടിക്കേണ്ട ആവശ്യമുണ്ടല്ലോ. അപ്പൊ ഞാൻ ഈ ഒരു V1 ഞാൻ എന്ത് ചെയ്യും? നെക്സ്റ്റ് കൊണ്ടുപോയിട്ട് നേരത്തെ നമുക്ക് K1 എന്തായിരുന്നു? K1 എന്താ? കൈനറ്റിക് എനർജി ഓഫ് 1 എന്താ? ഹാഫ് ഇൻറ്റു M1 ഇൻറ്റു V1 സ്ക്വയർ. M1 ഇൻറ്റു V1 സ്ക്വയർ ആണ് എനിക്ക് വേണ്ടത്. അപ്പൊ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഹാഫ് ഇൻറ്റു M1 അവിടെ തന്നെ വെച്ചിട്ട് നേരത്തെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലേ. ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഞാൻ ഓൾറെഡി ഇവിടെ എന്ത് ചെയ്തു? V1 M2 V2 ഡിവൈഡഡ് ബൈ M1 എന്ന് എനിക്ക് എന്ത് എഴുതാൻ പറ്റും? എഴുതാൻ പറ്റും അല്ലേ. അത് ഞാൻ ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. M2 V2 ഡിവൈഡഡ് ബൈ M1 സ്ക്വയർ എന്ന് എന്ത് ചെയ്തു? ഞാൻ എഴുതി. ഇങ്ങനെ എഴുതി കൂടെ? എനിക്ക് V1 എന്ത് ചെയ്യാം? അങ്ങനെ എഴുതാൻ പറ്റും. ഓക്കെ, അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ അവിടേക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് എന്താണ് മനസ്സിലാവുന്നത്? അതിന് എനിക്ക് എന്ത് എഴുതാൻ പറ്റും?
ഹാഫ് ഇൻറ്റു m2v2 സ്ക്വയർ എന്ന് എനിക്ക് മാറ്റി എഴുതാൻ പറ്റും. ചുരുക്കിയിട്ട് എനിക്ക് എന്ത് എഴുതാൻ പറ്റും? m2v2 സ്ക്വയർ എന്ന് എനിക്ക് എഴുതാം. അങ്ങനെയാണെങ്കിൽ ഹാഫ് ഇൻറ്റു m2v2 സ്ക്വയർ എന്ന് ഞാൻ എഴുതുന്ന സമയത്ത് എന്തായി? k1 ഈക്വൽ ടു ഹാഫ് ഇൻറ്റു m2v2 സ്ക്വയർ എന്ന് ഞാൻ എഴുതി കഴിഞ്ഞാൽ ഇതെന്താണ്? ഇതെന്ന് പറയുന്നത് കൈനറ്റിക് എനർജി 2 ആണല്ലേ? അതായത് രണ്ടാമത്തെ ബോഡിയുടെ കൈനറ്റിക് എനർജിക്ക് ഈക്വൽ ആണ്. അതായത് എന്താണ്? ഇവിടെ രണ്ട് കൈനറ്റിക് എനർജികളും എന്താണ് വരുന്നത്? മാസ് ഒന്നിന് കൂടുതലാണെങ്കിൽ പോലും എങ്ങനെയാണ് ഇത് വരുന്നത്? ഇതെന്തായി? ഇത് ഈക്വൽ ആയിട്ട് വന്നു ഇല്ലേ? ഈക്വൽ ആയിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്? വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് എന്ത് പറയാം? കൈനറ്റിക് എനർജി എന്താണ് ഇവിടെ എന്ന് പറയാം? കൈനറ്റിക് എനർജി ഈക്വൽ ആണെന്ന് പറയാം. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായില്ലേ? ഇതുവരെ ഉള്ളത് എല്ലാവർക്കും മനസ്സിലായില്ലേ? വെരി ഹെൽപ്ഫുൾ ലൈവ് ക്ലാസ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണ് എന്ന് അറിയുന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. അപ്പൊ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് സബ്ജക്ട്സിന്റെ ലൈവ് ക്ലാസ് എഡ്യൂതാലിം ഒരുക്കിയിട്ടുണ്ട്. എല്ലാ ക്ലാസ്സുകളും നിങ്ങൾ എന്ത് ചെയ്യുക? അറ്റൻഡ് ചെയ്യുക. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. നിങ്ങൾക്ക് മനസ്സിലായോ? ഇത് മനസ്സിലായോ എല്ലാവർക്കും? മനസ്സിലായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്തേ. മനസ്സിലായവർ യെസ് എന്ന് പറഞ്ഞേ. കമന്റ് ബോക്സിൽ യെസ് എന്ന് പറഞ്ഞേ മനസ്സിലായവര്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഓക്കെ, അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ആയിരിക്കും. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലെ? എക്സ്പ്ലെയിൻ ഹൈഗൺസ് പ്രിൻസിപ്പിൾ. ഹൈഗൺസ് പ്രിൻസിപ്പിൾ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഇതൊരു 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. റിപ്പീറ്റഡ്ലി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പൊ നോക്കാം. അപ്പൊ എന്താണ് ഹൈഗൺസ് പ്രിൻസിപ്പിൾ? Every point on a propagating wavefront serves as the source of spherical wavelets such that the wavelets at the some time later is envelop those wavelets എന്നാണ് പറയുന്നത്. അപ്പൊ ഞാൻ എന്താണ് ഡെഫിനേഷൻ എന്ന് പറഞ്ഞിട്ട് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല. കാര്യം സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. നമുക്ക് എ ബി എന്ന് പറയുന്ന ആ ഒരു ഫിഗറിൽ കാണിക്കുന്നത് പോലെ തന്നെ നമുക്ക് എങ്ങനെയായിരിക്കും വേവ് ഫ്രണ്ട്സ് വരുന്നത്? ഒരു സോഴ്സിൽ നിന്നുള്ള വേവുകളെ നമ്മൾ ഒരു വേവ് ഫ്രണ്ട് ആയിട്ട് നമ്മൾ കണക്കാക്കും അല്ലേ? എന്താണ് വേവ് ഫ്രണ്ട്? അപ്പോ വേവ് ഫ്രണ്ട് എന്ന് പറയുന്നത് കുറെ വേവ്സിന് നമ്മൾ ഒരുപാട് വേവ്സ് ആയിരിക്കും. ഒരൊറ്റ റേ ആയിട്ടാണോ നമ്മുടെ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ ആണെങ്കിലും വേറെ ഏതൊരു വേവ് ആണെങ്കിലും പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്? അല്ല. ഒരുപാട് വേവ് ലെങ്തിലും ഒരുപാട് ഫേസിലും ഒക്കെ ഓസിലേറ്റ് ചെയ്തിരിക്കുന്ന ഒരുപാട് റേസിന്റെ ഒരു കളക്ഷൻ ആയിരിക്കും എന്ത്? വേവുകൾ എന്ന് പറയുന്നത് അല്ലെ? അപ്പൊ അങ്ങനെ ഒരേ ഫേസിലാണ് ഇത് എന്ത് ചെയ്യുന്നത്? ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഒരേ ഫേസിൽ ഇങ്ങനെ ഓസിലേറ്റ് ചെയ്തിട്ട് പോകുന്ന പ്രൊപ്പഗേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു സ്ട്രക്ചറിനെ നമുക്ക് എന്ത് ചെയ്യാം? ഒരു വേവ് ഫ്രണ്ട് ആയിട്ട് നമുക്ക് കണക്കാക്കാം. അതാണ് എന്ത്? വേവ് ഫ്രണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ്? ഇവിടെ എസ് എന്ന് പറയുന്ന സോഴ്സിൽ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു വേവ് ഫ്രണ്ട് ഇവിടെ ഇങ്ങനെ ഉണ്ട്, ഞാൻ കൊടുത്തിട്ടുണ്ട്. എ ബി എന്ന് പറയുന്ന ഒരു വേവ് ഫ്രണ്ട് ഉണ്ടല്ലേ? ഇപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതില് ഓരോ പോയിന്റും എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് സ്ഫെറിക്കൽ വേവ്ലെറ്റ്സ് ആയിട്ട് ഒരു ഇൻഡിവിജ്വൽ സ്ഫെറിക്കൽ വേവ്ലെറ്റ്സ് ആയിട്ട് ആക്ട് ചെയ്യും എന്നാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് അതിൽ നെക്സ്റ്റ് ഒരു ഫിഗറിൽ നമുക്ക് കാണാം ഓരോ പോയിന്റും എന്താ ചെയ്തിട്ടുള്ളത്? ഈ ഒരു വേവ് ഫ്രണ്ടിലെ ഓരോ പോയിന്റിൽ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട്? നമുക്ക് അതിൽ നിന്ന് വേറെ വേവ്ലെറ്റുകൾ എന്ത് ചെയ്യുന്നുണ്ട്? വരുന്നുണ്ട് അല്ലെ? ഇങ്ങനെ വേവ്ലെറ്റ്സുകൾ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു സ്ട്രക്ചർ ആയിരിക്കും നമുക്ക് കിട്ടുക. അതായത് ഒരു സെക്കൻഡറി സ്ഫെറിക്കൽ സോഴ്സ് ആയിട്ട് എന്ത് ചെയ്യാണ്? അത് ആക്ട് ചെയ്യാണ്. ഓക്കെ, ഓരോരോ പോയിന്റും എന്താ ചെയ്യുന്നത്? ഒരു സെക്കൻഡറി സോഴ്സ് ആയിട്ട് എന്ത് ചെയ്യാണ്? ആക്ട് ചെയ്യാണ്. അപ്പൊ ഇങ്ങനെ ഒരു സ്ട്രക്ചർ ആയിട്ടായിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക? ഈ ഒരു വേവ് ഫ്രണ്ടിന്റെ ട്രാവൽ വരുന്നത്. അപ്പൊ അതാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഹൈഗൺ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നിട്ടുള്ളത്. Okay, so if a propagating wave has a particular frequency and speed, the secondary wavelets have that same speed and frequency. So നമുക്ക് ആ ഒരു വേവ് ഫ്രണ്ടിന് എന്താണ്? പെർട്ടിക്കുലർ ആയിട്ടൊരു ഫ്രീക്വൻസി ഉണ്ടാവും, പെർട്ടിക്കുലർ ആയിട്ടൊരു സ്പീഡ് ഉണ്ടാവും അല്ലേ? പ്രൊപ്പഗേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന വേവിനെല്ലാം ഓരോരോ മീഡിയത്തിലും ഡിഫറെന്റ് ആണെങ്കിലും നമുക്ക് എന്താണ്? ആ ഒരു മീഡിയത്തിന് ത്രൂ ഔട്ട് എന്തായിരിക്കും? അത് സെയിം ആയിരിക്കും അല്ലേ? അതിൻ്റെ ഒരു ഫ്രീക്വൻസിയെയും അതിൻ്റെ വെലോസിറ്റി അല്ലെങ്കിൽ സ്പീഡിനെയും ഒരുപാട് ഫാക്ടേഴ്സ് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ദാറ്റ്സ് ഫൈൻ. അതിന് കൂടെ തന്നെ നമുക്ക് എന്താണ്? ആ ഒരു ഫ്രീക്വൻസിയും ആ ഒരു വെലോസിറ്റിയും അതെന്തായിരിക്കും? നമ്മൾ പറഞ്ഞിട്ടുള്ള ഈ ഒരു സെക്കൻഡറി വേവ്ലെറ്റ്സിനും എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഓക്കെ, അവയ്ക്ക് എന്താണ്? അവ
ഒരു സെക്കൻഡറി ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ കൂടെ എന്താണ് അതിന്റെ ഫ്രീക്വൻസിക്കോ അതിന്റെ വേവ് ലെങ്തിനോ അതിന്റെ സ്പീഡിനോ ഒന്നും എന്തില്ല, ചേഞ്ചസ് ഇല്ല. ഓക്കെ, അപ്പൊ ഇതാണ് ഹൈഗൻസ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഇതിന്റെ നെക്സ്റ്റ് പോയിന്റ്സുകൾ എന്താണ് നമുക്ക് നോക്കാം. നെക്സ്റ്റ് പറയുന്നത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഹൈഗൺ ആണ് ഇത് എന്ത് ചെയ്തത്, പ്രൊപ്പോസ് ചെയ്തത്. അങ്ങനെയാണ് ഹൈഗൻസ് പ്രിൻസിപ്പിൾ എന്ന് എന്ത് ചെയ്യുന്നത് നമ്മൾ ഇതിനെ വിളിക്കുന്നത്. അപ്പൊ ഹൈഗൺ ആയിരുന്നു ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ സെക്കൻഡറി സോഴ്സസ് ഫ്രോം വേവ്ലെറ്റ് സിമിലർ ടു ദ പ്രൈമറി സോഴ്സസ്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു ഈ സെക്കൻഡറി ആയിട്ട് വരുന്ന വേവ്സിന് എന്താണ് സെയിം ഫ്രീക്വൻസി ആയിരിക്കും, സെയിം സ്പീഡ് ആയിരിക്കും എന്നൊക്കെ പറഞ്ഞു അല്ലെ. അപ്പൊ ഇവരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സെക്കൻഡറി സോഴ്സസും എന്താണ് നമ്മുടെ പ്രൈമറി സോഴ്സിന്റെ അതേപോലെ ആയിരിക്കും, അതിന് സെയിം ആയിട്ടായിരിക്കും ആരും വരുന്നത്, ഈ സെക്കൻഡറി സോഴ്സുകളും വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്താ, at any given time the common tangent on the wavelets in the forward directions gives the new wavefront. അതായത് ഏതൊരു സമയത്തും നമ്മൾ എന്ത് ചെയ്യാണ്, ഇതിനൊരു ടാൻജന്റ് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇങ്ങനെ നമ്മൾ ടാൻജന്റ് വരച്ചിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ, ഇതിന്റെ ടാൻജന്റ് ഞാൻ ഇങ്ങനെ എല്ലാത്തിനും വരച്ചിട്ട് ഫോർവേഡ് ഡയറക്ഷനിൽ ടാൻജന്റ് വരച്ചാൽ എനിക്ക് എന്ത് കിട്ടും, നെക്സ്റ്റ് വേവ് ഫ്രണ്ട് കിട്ടും. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് പ്രൈമറി വേവ് ഫ്രണ്ട് നിന്ന് ഓരോരോ പോയിന്റും എന്ത് ചെയ്തു, സെക്കൻഡറി വേവ് ഫ്രണ്ട് ആയിട്ട് ആക്ട് ചെയ്തു. അതെന്നുള്ളതിന്റെ വേവ് ലെങ്സിനെ ഞാൻ ഫോർവേഡ് ഡയറക്ഷനിൽ അതിന്റെ ടാൻജന്റ് വരയ്ക്കുകയാണ്. അങ്ങനെ വരച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടി, നെക്സ്റ്റ് വേവ് ഫ്രണ്ട് കിട്ടി. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ഒരു വേവ് ട്രാവൽ ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ദ വേവ് ഫ്രണ്ട് ഈസ് ദ സം ഓഫ് ദ സ്ഫെറിക്കൽ വേവ്ലെറ്റ്സ്. അങ്ങനെ ആ ഒരു വേവ് ഫ്രണ്ട് എന്തായിരിക്കും, ആ ഒരു നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു സെക്കൻഡറി സ്ഫെറിക്കൽ വേവ്ലെറ്റ്സിന്റെ സം ആയിരിക്കും. ഓക്കെ, ഹൈഗൻസ് പ്രിൻസിപ്പിൾ ഹെൽപ്പ് us to predict and understand lights in classical wave propagation. അതായത് എന്താണ്, നമ്മൾ ലൈറ്റ്സിന് ക്ലാസിക്കൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, അതിന്റെ പ്രോപ്പർട്ടികളെ പറയുമല്ലേ. അപ്പൊ അങ്ങനെ അതിന്റെ ഒരു ക്ലാസിക്കൽ പ്രോപ്പർട്ടിയെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹൈഗൻസിന്റെ പ്രിൻസിപ്പിൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത്രയാണ് മെയിൻ ആയിട്ടുള്ള ഇതിലെ പോയിന്റ്സ് എന്ന് പറയുന്നത്. ഇനി ഈ ഹൈഗൻസ് പ്രിൻസിപ്പിളിന് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ഇതിന് മനസ്സിലാവാൻ നമുക്ക് ഫിസിക്കലി ഒരുപാട്, അല്ലെങ്കിൽ നമ്മുടെ നേച്ചറിൽ ഒരുപാട് എക്സാമ്പിൾസ് ഇതിനുണ്ട്. അതിനൊരു എക്സാമ്പിൾ ആണ് നമ്മളൊരു കല്ലെടുത്തിട്ട് എന്ത് ചെയ്യാണ്, വാട്ടറിലേക്ക് എറിയാണ്. ഏതെങ്കിലും ഒരു വാട്ടർ സോഴ്സിലേക്ക് നമ്മളൊരു കല്ലെടുത്ത് എറിയുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും അവിടുന്ന് ഇങ്ങനെ ഒരു വലയം ഇങ്ങനെ തുടങ്ങി കഴിഞ്ഞാൽ അതിങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കും അല്ലേ. അത് ആ ഒരു സ്ഥലത്ത് സർക്കിൾ ഫോം ചെയ്തിട്ട് അങ്ങനെ നിൽക്കുകയാണോ, അല്ല, ആ ഒരു വേവ് ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇല്ലേ. അപ്പൊ ഇതെന്താണ്, ഇത് ഹൈഗൻസ് പ്രിൻസിപ്പിൾ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ ആ ഒരു റിപ്പിൾസ് എന്ന് പറയുന്നത് ആ ഒരു സെൻട്രൽ മാത്രമല്ല വരുന്നത്, അത് നെക്സ്റ്റ് ഇങ്ങനെ വേവ് ആയിട്ട് വരുന്ന എന്താണ്, ഫസ്റ്റ് ഒരു പ്രൈമറി വേവ് ഫ്രണ്ട് ഉണ്ടായി, അതിൽ നിന്ന് അതിലുള്ള വേവ്ലെറ്റ്സുകൾ സെക്കൻഡറി സോഴ്സ് ആയിട്ട് ആക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യും, പുതിയ പുതിയ വേവ് ഫ്രണ്ട്സിനെ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും അല്ലെ. അങ്ങനെ അതിങ്ങനെ വരും, ഗ്രാജുവലി അത് ഡിഗ്രീസ് ചെയ്ത് വരുന്നുണ്ട്. അതെന്താണ്, ആ ഒരു എഫക്റ്റ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലേ. ബട്ട് സ്റ്റിൽ എന്താ നമുക്ക് കാണാൻ പറ്റുന്നില്ല, കല്ലെറിഞ്ഞ ആ ഒരു പോർഷനിൽ മാത്രമാണോ അതിന്റെ എഫക്റ്റ് വരുന്നത്, അല്ല, അതെന്ത് ചെയ്യുന്നുണ്ട്, അത് ട്രാൻസ്മിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഒരു പ്രോസസ്സിനെ നമുക്ക് ഹൈഗന്റെ പ്രിൻസിപ്പിൾ വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. അപ്പൊ ഇത്രയാണ് ഹൈഗൻസ് പ്രിൻസിപ്പിളിൽ നമുക്ക് മെയിൻ ആയിട്ടുള്ള ടോപ്പിക്. ഓക്കെ, മനസ്സിലായോ എല്ലാവർക്കും? ഹൈഗൻ പ്രിൻസിപ്പിൾ എന്താ, അതിന്റെ ആപ്ലിക്കേഷൻ എന്താ, അതിന്റെ ഇമ്പോർട്ടൻസ് എന്താ, എല്ലാം മനസ്സിലായോ? ഓക്കെ, ആർക്കൊക്കെ മനസ്സിലായി? മനസ്സിലായവരെല്ലാം ഒന്ന് എനർജറ്റിക് ആയിട്ട് പറഞ്ഞേ, മനസ്സിലായോ? മനസ്സിലായോ? ഓക്കെ ഓക്കെ, ഗുഡ്. ഓക്കെ, മനസ്സിലായവർ ആരെങ്കിലും ലൈക്ക് ചെയ്യാൻ മറന്നിട്ടുണ്ടോ വീഡിയോ? അങ്ങനെ ആരെങ്കിലും മറന്നിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ലൈക്ക് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് ഞാൻ പോവാണ് കേട്ടോ. അപ്പം റെഡി അല്ലേ എല്ലാവരും? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് വേവ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. സൗണ്ട് വേവ്സ് ട്രാവൽ ഫാസ്റ്റസ്റ്റ് ഇൻ സോളിഡ്സ്, ലിക്വിഡ്സ്, ഗ്യാസസ് ഓർ വാക്യൂം. എവിടെയാണ് സൗണ്ട് വേവ് ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ഫാസ്റ്റ് ആയിട്ട് സഞ്ചരിക്കുന്നത്? അതായത് സൗണ്ട് വേവിന്റെ സ്പീഡ് ഏത് മീഡിയത്തിലായിരിക്കും കൂടുതൽ? സോളിഡ്സിലാണോ, ലിക്വിഡ്സിലാണോ, ഗ്യാസസിലാണോ, അതോ വാക്യൂമിലാണോ?
എവിടെയാണ് സൗണ്ട് വേവ് കൂടുതൽ ഫാസ്റ്റ് ആവുന്നത്? എവിടെയാണ് സൗണ്ട് വേവ് ഫാസ്റ്റ് ആയിട്ട് വരുന്നത്? ഏത് മീഡിയത്തിലാണ്? സോളിഡ് ആയിട്ടുള്ള മീഡിയത്തിലൂടെ ട്രാവൽ ചെയ്യുമ്പോഴാണോ, ലിക്വിഡിലൂടെ ട്രാവൽ ചെയ്യുമ്പോഴാണോ, ഗ്യാസസിലൂടെ ട്രാവൽ ചെയ്യുമ്പോഴാണോ, അതോ വാക്യൂം? അതെ, വാക്യൂം എന്ന് പറഞ്ഞാൽ ശൂന്യതയിലൂടെ ട്രാവൽ ചെയ്യുമ്പോഴാണോ? എവിടെയാണ് സൗണ്ട് വേവ്സിന്? സൗണ്ട് വേവ്സ് എന്താ? നമ്മുടെ ശബ്ദത്തിന് അല്ലെ. ഇത് ഏത് മീഡിയത്തിലൂടെ ആയിരിക്കും ഫാസ്റ്റ് ആയിട്ട് പോകുന്നത്? പിന്നെ ഒരുപാട് എക്സ്പെരിമെന്റ്സ് ഒക്കെ നമ്മൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ ചെയ്തിട്ടുണ്ടാവും അല്ലേ? പറയൂ, എവിടെയായിരിക്കും? ആൻസർ പറഞ്ഞേ. ഓപ്ഷൻ എ ആണോ, ഓപ്ഷൻ ബി ആണോ, ഓപ്ഷൻ സി ആണോ, ഓപ്ഷൻ ഡി ആണോ? എവിടെ? നമ്മുടെ ഇജുദാലിമിലെ കുട്ടികളുടെ പവർ എവിടെ? ഓപ്ഷൻ ഡി എന്ന് പറയുന്നുണ്ട്. ഓക്കെ, വേറെ ആൻസേഴ്സ് ഒന്നും ഇല്ലേ? പറയൂ, നിങ്ങൾക്ക് അറിയാവുന്ന ആൻസേഴ്സ് നിങ്ങൾ പറയാ. തെറ്റിക്കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് തിരുത്തിയിട്ടേ പോവുള്ളൂ. ഓക്കെ, പറയൂ. ഇതിന്റെ ആൻസർ വരുന്നത് അതിന് ആൻസർ വരുന്നത് ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ സൗണ്ട് വേവ് ട്രാവൽ ചെയ്യുന്നത് ഏറ്റവും സ്പീഡിൽ സോളിഡ്സിലാണ്. സോ സൗണ്ട് വേവ്സ് ട്രാവൽ ഫാസ്റ്റസ്റ്റ് ഇൻ സോളിഡ്സ് കമ്പയർഡ് ടു ലിക്വിഡ് ഗ്യാസസ് ആൻഡ് വാക്യൂം. സോ അതിന് റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്പീഡ് ഓഫ് സൗണ്ട് ഇൻ എ മീഡിയം ഡിപ്പെൻഡ്സ് ഓൺ ഇറ്റ്സ് ഇലാസ്റ്റിസിറ്റി ആൻഡ് ഡെൻസിറ്റി. അതായത് സൗണ്ട് വേവ്സിന്റെ സ്പീഡ് എന്ന് പറയുന്നത് ആ ഒരു മീഡിയത്തിന്റെ ഇലാസ്റ്റിസിറ്റിയെയും ഡെൻസിറ്റിയെയും എന്ത് ചെയ്യുന്നുണ്ട്? ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇൻ സോളിഡ്സ് ദ പാർട്ടിക്കിൾസ് ആർ ക്ലോസ്ലി പാക്ഡ് ടുഗദർ അലോവിങ് സൗണ്ട് വേവ്സ് ടു പ്രൊപ്പഗേറ്റ് ക്വിക്ക്ലി ത്രൂ ദ മെറ്റീരിയൽ. അതായത് നമ്മൾ സോളിഡ്സ് എടുക്കുകയാണെങ്കിൽ നമ്മൾ നോക്കുക, നമ്മളൊരു സമയത്ത് ചെറുപ്പത്തിലൊക്കെ ചെയ്തിട്ടുള്ള ഒരു വളരെ ബേസിക് ആയിട്ടുള്ള ഒരു എക്സ്പെരിമെന്റ് ആയിരിക്കും. എന്ത് ചെയ്യും? നമ്മളിപ്പോൾ ഒരു ബെഞ്ചിന്റെ ഒരറ്റത്ത് നമ്മളിങ്ങനെ ചെവി വെച്ചിട്ട് കിടക്കുക, അപ്പുറത്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മളൊരു ഫ്രണ്ടിനെ ഏൽപ്പിക്കുകയാണ് എന്ത് ചെയ്യുക, ആ ഒരു ബെഞ്ചിൽ എന്ത് ചെയ്യണം? അടിച്ചുകൊണ്ടിരിക്കണം എന്നല്ലേ. അങ്ങനെ നമ്മൾ അടിക്കുന്ന സമയത്ത് നമുക്ക് ഇപ്പുറത്ത് എന്ത് ചെയ്യും? നമുക്ക് നല്ല രീതിയിൽ ആ ഒരു സൗണ്ട് കേൾക്കും ഇല്ലേ? അപ്പൊ നമ്മളിങ്ങനെ വിചാരിച്ചിട്ടുണ്ടാവും എങ്ങനെയായിരിക്കും ഇത് ട്രാവൽ ചെയ്യുന്നത് അല്ലേ? അതൊക്കെ എന്താണ്? സോളിഡ് പാർട്ടിക്കിൾ, സോളിഡ് മീഡിയത്തിൽ ഈ ഒരു സൗണ്ട് വേവിന്റെ സ്പീഡ് എന്ന് പറയുന്നത് എന്തായതുകൊണ്ടാണ്? ഹൈ ആയതുകൊണ്ടാണ്. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എന്താണ്? സോളിഡിൽ എന്താണ്? ഈ ആറ്റംസ്, സോളിഡിന്റെ പാർട്ടിക്കിൾസ് എന്താണ്? വളരെ ടൈറ്റ്ലി കോമ്പാക്ട് അല്ലേ? അവരെന്താണ്? ക്ലോസ്ലി പാക്ഡ്, അല്ലെങ്കിൽ ടൈറ്റ് ആയിട്ടായിരിക്കും അവരുടെ അട്രാക്ഷൻ അല്ലേ? ക്ലോസ്ലി പാക്ഡ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ അലോവിങ് സൗണ്ട് വേവ്സ് ടു പ്രൊപ്പഗേറ്റ് ക്വിക്ക്ലി ത്രൂ ദ മെറ്റീരിയൽ. ഇതെന്താണ് ചെയ്യുന്നത്? സൗണ്ട് വേവ്സിനെ ക്വിക്കായിട്ട് അതിലൂടെ എന്ത് ചെയ്യും? കടത്തിവിടും. സോളിഡ്സ് എന്താ ചെയ്യുന്നത്? അതിന്റെ പാർട്ടിക്കിൾസ് എല്ലാം ക്ലോസ്ലി പാക്ഡ് ആയ കാരണം അവരെന്ത് ചെയ്യും? അതിനെ ക്വിക്കായിട്ട് അതിലെ ട്രാൻസ്ഫർ ചെയ്യും. Okay, solids have high elasticity, meaning they can quickly return to their original shape after being disturbed, which facilitates the transmission of sound waves. ഡെൻസിറ്റിയുടെ കാര്യം നമ്മൾ പറഞ്ഞു. ഇനിയുള്ളത് ഇലാസ്റ്റിസിറ്റി ആണല്ലേ. അപ്പൊ അതെങ്ങനെയാണ്? ഇലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഇലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ എന്താ? അതിനെ നമ്മൾ വലിച്ചിട്ട് നമ്മൾ അങ്ങ് വിട്ട് കഴിഞ്ഞാൽ അതിന്റെ ഇനീഷ്യൽ സ്റ്റേറ്റിലേക്ക് പോകാനുള്ള അതിന്റെ കഴിവ് എത്രമാത്രം ഉണ്ട് അതിനെ നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അതിന്റെ ഇലാസ്റ്റിസിറ്റി പറയുന്നത് അല്ലെ? അപ്പൊ അങ്ങനെ നമ്മൾ പറയുന്ന സമയത്ത് ഈ ഒരു സോളിഡ് മീഡിയത്തിനെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, ഇങ്ങനെ സോളിഡ് മീഡിയത്തിനെ നമ്മൾ എടുക്കുന്ന സമയത്ത് സോളിഡിന് ഇതിന്റെ കഴിവ്, അല്ലെങ്കിൽ ഇങ്ങനെ പഴയ ആ ഒരു രൂപത്തിലേക്ക് മാറാനുള്ള അതിന്റെ ഒരു കഴിവെന്ന് പറയുന്നത് എന്താണ്? കൂടുതലാണ്. അപ്പൊ അതിനെന്താണ്? ഇലാസ്റ്റിസിറ്റി കൂടുതലാണ്. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? സൗണ്ട് വേവിനെ അതിന് ഫാസ്റ്റ് ആയിട്ട് അതിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യിക്കാൻ പറ്റും. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? സൗണ്ട് വേവിനെ ഗ്യാസിനേക്കാളും ലിക്വിഡിനേക്കാളും വാക്യൂത്തിനേക്കാളും ഒക്കെ കൂടുതൽ സ്പീഡിൽ സോളിഡ്സിലൂടെ പോകാനായിട്ട് പറ്റുന്നത്. ഓക്കെ, മനസ്സിലായോ? എന്തുകൊണ്ടാണ് അവർ സോളിഡിൽ കൂടുതൽ ഫാസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഫാസ്റ്റ് ആയിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതെന്ന് എല്ലാവർക്കും മനസ്സിലായോ? എല്ലാവർക്കും ഓക്കെ അല്ലേ? എല്ലാ ടോപ്പിക്സും ഓക്കെ അല്ലേ? ഇതുവരെയുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം മനസ്സിലായില്ലേ? ഏതെങ്കിലും പോർഷൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതുണ്ടോ? ഏതെങ്കിലും പോർഷൻ നിങ്ങൾക്ക് മനസ്സിലാവാത്തതുണ്ടോ? റിപ്പീറ്റ് ചെയ്യേണ്ടതുണ്ടോ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. അല്ലെങ്കിൽ നമ്മൾക്ക് എന്ത് ചെയ്യാം? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് വേഗം പോവാം. ഞാൻ പോട്ടെ എന്നാ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോട്ടെ.
ഓക്കെ, ഞാൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എടുക്കുകയാണ് കേട്ടോ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മെൻഷൻ 4 ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ന്യൂക്ലിയർ ഫോഴ്സ്. ന്യൂക്ലിയർ ഫോഴ്സിന്റെ ഏതെങ്കിലും 4 ക്യാരക്ടറിസ്റ്റിക്സ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ഒരുപാട് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടല്ലോ അല്ലേ. അപ്പോൾ മെയിൻ ആയിട്ട് വരുന്നത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എഴുതാൻ പറ്റുന്ന ഒരു 4 ക്യാരക്ടർ നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് സ്ട്രോങ് ആണ്. ഇതെന്താണ്? വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫോഴ്സ് ആണ്. The nuclear force is one of the strongest force in nature, being much stronger than electromagnetic force. ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? അത് തന്നെ നല്ല ഹൈ ആയിട്ടുള്ള ഒരു ഇതാണല്ലേ, ഫോഴ്സ് ആണല്ലേ, ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഫോഴ്സ് ആണ് ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ്. അതിനേക്കാളും സ്ട്രോങ് ആണ് എന്ത്? ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് ഇതിന്റെ ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ്. It is responsible for binding protons and neutrons together within atomic nuclei. ഈ ന്യൂക്ലിയർ ഫോഴ്സ് എവിടെയാണ് ആക്ട് ചെയ്യുന്നത്? നമ്മുടെ ആറ്റത്തിന്റെ ന്യൂക്ലിയസിലാണ് അല്ലേ. ആറ്റത്തിന്റെ പ്രോട്ടോൺസിനെയും ന്യൂട്രോൺസിനെയും തമ്മിൽ ബൈൻഡ് ചെയ്തിട്ട് വെക്കുന്ന ഫോഴ്സ് ആണ് എന്ത്? ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറയുന്നത്. ആറ്റത്തിലെ ന്യൂക്ലിയോൺസ് എന്ന് പറയുമ്പോൾ ന്യൂക്ലിയസിനകത്തുള്ള പാർട്ടിക്കിൾസ്. ആരൊക്കെയാണ് ന്യൂക്ലിയസിനകത്തുള്ളത്? പോസിറ്റീവ് ചാർജ് ഉള്ള പ്രോട്ടോൺസ് ഉണ്ട്, ചാർജ്ലെസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ന്യൂട്രൽ ആയിട്ടുള്ള ന്യൂട്രോൺസ് ഉണ്ട് അല്ലേ. അപ്പൊ ഇവര് തമ്മിലുള്ള അവരെ ബൈൻഡ് ചെയ്തിട്ട് വെക്കുന്ന ആ ഒരു ഫോഴ്സിനെ നമ്മൾ എന്ത് പറയും? ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറയും. ആൻഡ് ഇവരെന്താണ്? വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഫോഴ്സ് ആണ്. ഓക്കെ, അപ്പൊ അതിന്റെ സ്ട്രോങ് എന്ന് പറയുന്നത് നമുക്ക് എന്തൊക്കെ പറയാം? സ്ട്രോങ് ആണ്. പിന്നെ എന്താണ് ഈ ഫോഴ്സ്? ഇത് ന്യൂക്ലിയോൺസിനെ തമ്മിൽ ബൈൻഡ് ചെയ്തിട്ട് വെക്കുന്ന ഫോഴ്സ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ഷോർട്ട് റേഞ്ച് ആണ്. ഓക്കെ, the nuclear force acts over extremely short distances, typically within the range of femtometer, 10⁻⁻15 meters. അതായത് ഈ ഫോഴ്സ് എങ്ങനെയാണ്? ഈ ഫോഴ്സ് എന്ന് പറയുന്നത് ഷോർട്ട് റേഞ്ചിലാണ് എഫക്ട് ചെയ്യുന്നത്. ഷോർട്ട് റേഞ്ച് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ ആറ്റത്തിന്റെ ന്യൂക്ലിയസ് എന്ന് പറയുന്നത് എന്താണ്? വളരെ സ്മാൾ ആണല്ലേ. ഫെംറ്റോമീറ്റർ റേഞ്ചിലൊക്കെ നമ്മൾ അതിനെ പറയുന്നത് അല്ലെ. അത്രയും ചെറിയ ഒരു റേഞ്ചിലാണ് അത് എന്ത് ചെയ്യുന്നത്? ആക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇതെന്താണ്? പുറത്തിൽ നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് പറഞ്ഞ പോലെ അല്ലെങ്കിൽ നമുക്ക് ദൂരെ കൊണ്ടുവച്ച് രണ്ട് ഫോഴ്സ് തമ്മിലുള്ള അല്ലെങ്കിൽ രണ്ട് ചാർജസ് തമ്മിലുള്ള ഫോഴ്സ് ഒന്നുമല്ല. ഇതൊരു ന്യൂക്ലിയസ്. ആറ്റം എന്ന് പറയുന്നത് തന്നെ എത്ര ചെറുതാണ്? അതിനേക്കാളും ചെറുതല്ല അതിന്റെ ന്യൂക്ലിയസ്. അപ്പം ആ ഒരു റേഞ്ചിലാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, ദിസ് ഷോർട്ട് റേഞ്ച് ഈസ് ഡ്യൂ ടു ദ എക്സ്ചേഞ്ച് ഓഫ് പാർട്ടിക്കിൾ നോൺ ആസ് മീസോൺസ്. അപ്പൊ ഇതില് അവരുടെ ഒരു എക്സ്ചേഞ്ചിന് അല്ലെങ്കിൽ ഒരു ന്യൂക്ലിയർ ഫോഴ്സിനെ ഫെസിലിറ്റേറ്റ് ചെയ്തുകൊണ്ട് മെസോൺസ് എന്ന് പറയുന്ന വേറൊരു പാർട്ടിക്കിളും ഉണ്ട്. നിങ്ങൾ ആ മെസോൺസിനെ കുറിച്ചൊന്നും അധികം അറിഞ്ഞിരിക്കണം എന്നില്ല. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹയർ ലെവലിലോട്ട് പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ ഇതിൽ നിന്ന് നമ്മൾ വിട്ടിട്ട് ഒരുപാട് വേറെ പാർട്ടിക്കിളും കൂടെ നമുക്ക് എന്ത് ചെയ്യാനുണ്ട്? പിക്ചറിലോട്ട് വരാനുണ്ട്. അതിന്റെ ഭാഗമായിട്ട് അതിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് എന്ത്? മെസോൺസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത് സ്ട്രോങ് ആണ്, ഷോർട്ട് റേഞ്ച് ആണ്. ഇത്രയും നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഓക്കെ, നെക്സ്റ്റ് സാച്ചുറേഷൻ. എന്താണ് സാച്ചുറേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ the nuclear force displays a saturation property, meaning that it doesn't depend significantly on the number of nucleons once a certain threshold is reached. അതായത് ഇതിന്റെ സാച്ചുറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്പർ ഓഫ് ന്യൂക്ലിയസിനെ ഒരു സെർട്ടൻ ത്രെഷോൾഡ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് എന്ത് ചെയ്യുന്നില്ല? സിഗ്നിഫിക്കൻ്റ്ലി ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഓക്കെ, ഒരു ത്രെഷോൾഡ് വാല്യൂ ഉണ്ട്, അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ന്യൂക്ലിയോൺസിന്റെ നമ്പറിനെ ഇത് എന്ത് ചെയ്യുന്നില്ല? ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അതാണ് എന്ത്? സാച്ചുറേഷനിൽ നമുക്ക് പറയാനുള്ളത്. ഓക്കെ, ദിസ് പ്രോപ്പർട്ടി കോൺട്രിബ്യൂട്ട്സ് ടു ദ സ്റ്റെബിലിറ്റി ഓഫ് ലാർജർ അറ്റോമിക് ന്യൂക്ലിയൈ. അപ്പോൾ ഈ ഒരു ലാർജർ അറ്റോമിക് ന്യൂക്ലിയസിലേക്ക് വരണം അല്ലെങ്കിൽ ലാർജർ ആറ്റംസിലേക്ക് വരുന്ന സമയത്ത് അതിന്റെ ന്യൂക്ലിയസുകൾ സ്റ്റേബിൾ ആവാനുള്ള കാരണം ഇതിന്റെ ഈ ഒരു സാച്ചുറേഷൻ പ്രോപ്പർട്ടിയാണ്. ഓക്കെ, ഇങ്ങനെ ന്യൂക്ലിയോൺസിനെ ത്രെഷോൾഡ് ലെവലിന്റെ അപ്പുറത്തേക്ക് ഇതിന്റെ നമ്പറിന് അത് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്നുള്ള ഈ ഒരു പ്രോപ്പർട്ടി ആണ് എന്ത് ചെയ്യുന്നത്? ലാർജർ ആറ്റംസിന്റെ ന്യൂക്ലിയസിനെ സ്റ്റേബിൾ ആക്കാനുള്ള കാരണം. ഓക്കെ, അപ്പൊ അതാണ് നമ്മൾ പഠിച്ച തേർഡ് പോയിന്റ്. നെക്സ്റ്റ് നമുക്ക് നോക്കാം ചാർജ് ഇൻഡിപെൻഡൻസ്. So, unlike electromagnetic forces, the nuclear force is charge independent, meaning it acts equally between protons and neutrons. Electromagnetic force നെ പോലെ ചാർജിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടല്ല എന്തുള്ളത് ഈ ഒരു ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറയുന്നത് വരുന്നത്. അതായത്
പ്രോട്ടോൺസ് എന്ന് പറയുന്നത് പോസിറ്റീവ് ചാർജ് ആണ് അല്ലേ? അതിലാണെങ്കിലും ചാർജ് ഇല്ലാത്ത ന്യൂട്രോണിലാണെങ്കിലും ഇത് എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത്? ഈക്വൽ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അവർ തമ്മിൽ എന്തില്ല, ആ ഒരു ഡിഫറൻസ് വരുന്നില്ല. രണ്ടിലും എന്താ ചെയ്യുന്നത്? ഈക്വലി ഇത് എന്ത് ചെയ്യും? ആക്ട് ചെയ്യും. അതുകൊണ്ടാണ് അതിനെ ചാർജ് ഇൻഡിപെൻഡന്റ് ആണ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, this characteristic is crucial for maintaining the stability of atomic nuclei despite the repulsion between positively charged particles. ഇത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്റോമിക് ന്യൂക്ലിയസിന്റെ ഒരു സ്റ്റെബിലിറ്റിയെ കൊണ്ടല്ല, അല്ലെങ്കിൽ ആ സ്റ്റെബിലിറ്റി കീപ്പ് ചെയ്യാൻ, അതിനെ സ്റ്റേബിൾ ആക്കി വെക്കാൻ ഇത് എന്ത് ചെയ്യുന്നുണ്ട്? ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ എന്താണ്, നമുക്ക് ഇപ്പോഴും വരുന്ന ഡൗട്ടാണ്, പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള കുറെ പ്രോട്ടോൺസ് അവിടെ ഉണ്ട് അല്ലേ? ഒരു പ്രോട്ടോൺസുകൾ എന്ത് ചെയ്യും? റിപ്പൽ ചെയ്യും. സെയിം ചാർജസ് ആകുമ്പോൾ അവർക്ക് റിപ്പൽ ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. ആ ഒരു റിപ്പൽ ചെയ്യും എന്നുള്ള ഒരു കേസ് എന്താണ്? നമ്മുടെ ആറ്റത്തിന്റെ ന്യൂക്ലിയസിന്റെ എക്സിസ്റ്റൻസിന് അല്ലെങ്കിൽ ന്യൂക്ലിയസിന്റെ സ്റ്റെബിലിറ്റിക്ക് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് അല്ലേ? ഓഫ് കോഴ്സ് ആണ്. അപ്പൊ അതിനായിരുന്നു നമ്മൾ എന്ത് ചെയ്തത്? അതിനെ മറികടക്കാനാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്? ന്യൂട്രോൺസിനെ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ ഈ ന്യൂട്രോൺസിലും പ്രോട്ടോൺസിലും കറക്റ്റ് ആയിട്ട് ഒരേപോലെ ഈ ഒരു ഫോഴ്സ് ആക്ട് ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നമ്മൾ എന്താണ് ന്യൂക്ലിയസുകൾ സ്റ്റേബിൾ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? വെക്കാൻ പറ്റുള്ളൂ. ന്യൂക്ലിയസുകൾ സ്റ്റേബിൾ ആണെന്ന് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, സോ എന്താണ് ഇത്? ചാർജ് ഇൻഡിപെൻഡന്റ് ആണ്. അപ്പൊ ഇത്രയാണ് ന്യൂക്ലിയർ ഫോഴ്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. 4 മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മളിപ്പോൾ പഠിച്ചു, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഓക്കെ, ഇത് മനസ്സിലായോ എല്ലാവർക്കും? ക്ലിയർ ആണോ? ക്ലിയർ ആണോ എല്ലാവർക്കും? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എടുക്കാം അല്ലേ? അപ്പോ എടുക്കട്ടെ? റെഡി അല്ലേ? എല്ലാവരും റെഡി അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ കൺസർവേറ്റീവ് ആൻഡ് നോൺ കൺസർവേറ്റീവ് ഫോഴ്സസ്. അതിന്റെ എ പാർട്ട് എന്ന് പറയുന്നത് കൺസർവേറ്റീവ് ഫോഴ്സിന്റെയും നോൺ കൺസർവേറ്റീവ് ഫോഴ്സിന്റെയും ഡിഫറൻസ് എന്താണ് എന്ന്, അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ദെൻ അതിലൊരു ബി ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. A spring of force constant K is stretched to double its initial length L. Calculate its final force in spring. Elastic energy stored in the spring. Work done by the external force. ബോറടിക്കില്ലല്ലോ? അത്രയും സമയം ഒരു ക്വസ്റ്റ്യന് വേണ്ടിയിട്ട് ചെലവാക്കാൻ നിങ്ങൾ റെഡി അല്ലേ? ഓക്കെ, നമ്മൾ ക്വസ്റ്റ്യൻ ഓൾറെഡി പരിചയപ്പെട്ടു അല്ലേ? എന്തായിരുന്നു ക്വസ്റ്റ്യന്? കൺസർവേറ്റീവ് ഫോഴ്സും നോൺ കൺസർവേറ്റീവ് ഫോഴ്സും തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ നോക്കാം എന്താണ് കൺസർവേറ്റീവ് ഫോഴ്സ്, എന്താണ് നോൺ കൺസർവേറ്റീവ് ഫോഴ്സ്. ഓക്കെ, കൺസർവേറ്റീവ് ഫോഴ്സ്, ഫസ്റ്റ് നമുക്ക് കൺസർവേറ്റീവ് ഫോഴ്സ് നോക്കാം കേട്ടോ. A conservative force is a force that does zero work done in a closed path. അതായത് ഒരു ക്ലോസ്ഡ് പാത്തിൽ ഇത് എത്ര വർക്ക് ചെയ്തിട്ടും കാര്യമല്ല, നമ്മൾ എന്ത് ചെയ്യും? അതിന്റെ വർക്ക് ഡൺ 0 ആയിട്ട് എടുക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവർ എന്താണ്? കൺസർവേറ്റീവ് ഫോഴ്സ് ആണ്. ഓക്കെ, if only those forces act, then the mechanical energy of the system remains conserved. ഈ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് എന്ത് ചെയ്യുന്നത്? ഒരു സിസ്റ്റത്തിന്റെ മെക്കാനിക്കൽ എനർജി കൺസേർവ്ഡ് ആയിട്ട് റിമൈൻ ചെയ്യുന്നത്. നമുക്കറിയാം, നമ്മൾ എനർജി കൺസർവേഷൻ പഠിച്ചിട്ടുണ്ട് അല്ലേ? എന്താണ് എനർജി കൺസർവേഷൻ? എനർജി ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ഡിസ്ട്രോയിഡ് അല്ലേ? എനർജി നമുക്ക് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ അതിനെ നശിപ്പിക്കാനോ കഴിയില്ല. അതെന്താണ്? ഒരു ഫോമിൽ നിന്ന് നമുക്ക് മറ്റൊരു ഫോമിലേക്ക് മാറ്റാനേ പറ്റുള്ളൂ. അതാണ് എന്ത്? എനർജി കൺസേർവ് ചെയ്യുന്നുണ്ട് അല്ലെ? എനർജി കൺസർവേഷൻ അതാ പറയുന്നത്. അപ്പം അതിന്റെ ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ് എന്ത്? ഈ ഒരു കൺസർവേറ്റീവ് ഫോഴ്സ് വരുന്നത്. ഓക്കെ, conservative force has one more property that works done by its independent of the path taken. അത് one more property എന്താ ഇതിന്റെ ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിന്റെ വർക്ക് എന്താണ്? വർക്ക് ഡൺ എന്ന് പറയുന്നത് ആ ഒരു പാത്തിനെ എന്ത് ചെയ്യില്ല? ഡിപ്പെൻഡ് ചെയ്യില്ല. പാത്ത് ഇൻഡിപെൻഡന്റ് ആണ് എന്ത്? ഈ ഒരു ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിന് എക്സാമ്പിൾ ആരൊക്കെയാണ്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ട്, സ്പ്രിംഗ് ഫോഴ്സ് ഉണ്ട്.
ഗ്രാവിറ്റേഷണൽ ഫോഴ്സും സ്പ്രിംഗ് ഫോഴ്സും എന്താണ്? കൺസർവേറ്റീവ് ഫോഴ്സിന് എക്സാമ്പിൾസ് ആണ്. ഇനി നമുക്ക് ആരെയാ നോക്കാനുള്ളത്? നമുക്ക് നോൺ കൺസർവേറ്റീവ് ഫോഴ്സിനെ നോക്കാം. ഓക്കെ, non-conservative forces are those forces which cause a loss of mechanical energy from the system. ഈ നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് എന്താണ്? നേരത്തെ നമുക്ക് മെക്കാനിക്കൽ എനർജീനെ എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു? കൺസേർവ്ഡ് ആയിരുന്നല്ലേ. അപ്പൊ അതുകൊണ്ട് നമ്മൾ കൺസർവേറ്റീവ് ഫോഴ്സ് എന്ന് പറഞ്ഞത് എനർജി കൺസർവേഷൻ അത് എന്ത് ചെയ്തു? ഫോളോ ചെയ്തു. പക്ഷെ നോൺ കൺസർവേറ്റീവ് എന്ത് ചെയ്യുന്നില്ല? അത് ചെയ്യുന്നില്ല. അത് എന്ത് ചെയ്യാണ്? മെക്കാനിക്കൽ എനർജീന്റെ ലോസിന് ഇത് കാരണമാണ്. അത് ലോസ് എന്ത് ചെയ്യുന്നുണ്ട്? കോസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, in the above case friction is the non conservative force. അപ്പോൾ നമ്മൾ മെക്കാനിക്കലിന്റെ കേസ് വരുന്ന സമയത്ത് നമുക്കറിയാം ഫ്രിക്ഷൻ എന്ന് പറയുന്ന ഒരാൾ എന്ത് ചെയ്യുന്നുണ്ട്? ഒരുപാട് എനർജി ലോസിന് കാരണമാവുന്നുണ്ട് അല്ലേ നമ്മുടെ മെക്കാനിക്കൽ സിസ്റ്റത്തിലൊക്കെ. അപ്പോൾ അതിനെ നമുക്കൊരു എക്സാമ്പിൾ ആയിട്ട് അത് പറയാൻ പറ്റും. But as we know, energy can neither be created nor destroyed. Hence, these forces convert mechanical energy into heat, sound, light, etc. അപ്പോൾ ആ ഒരു സിസ്റ്റത്തിൽ എന്ത് ചെയ്യുന്നില്ല? അത് എനർജി കൺസർവേഷൻ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? യൂണിവേഴ്സിലി എല്ലാവരും എന്ത് ചെയ്യുന്നുണ്ട്? എനർജി കൺസർവേഷൻ ഫോളോ ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പൊ ഇങ്ങനെയുള്ള മെക്കാനിക്കൽ എനർജി എന്ത് ചെയ്യും? ഒന്നെങ്കിൽ ഹീറ്റ് ആയിട്ട് മാറും, അല്ലെങ്കിൽ സൗണ്ട് ആയിട്ട് മാറും, അല്ലെങ്കിൽ ലൈറ്റ് ആയിട്ട് മാറും. മെക്കാനിക്കൽ എനർജീനെ എന്ത് ചെയ്യാണ്? ലോസ് ആയിട്ടുള്ള ആ ഒരു എനർജീനെ വേറൊരു ഫോമിലേക്ക് അത് എന്ത് ചെയ്തിട്ടുണ്ടാവും? കൺവേർട്ട് ചെയ്യപ്പെടുന്നുണ്ടാവും അല്ലെ. അപ്പൊ ഇതാണ് നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ഓൾറെഡി പഠിച്ചത് എന്താണ്? അതിന്റെ ഒരു ഫ്രിക്ഷനെ നമുക്ക് എന്ത് ചെയ്താം? എന്തായിട്ട് എടുക്കാം? നോൺ കൺസർവേറ്റീവ് ആയിട്ട് എടുക്കാം. അങ്ങനെ എന്തൊക്കെ റെസിസ്റ്റൻസ് ഫോഴ്സ് ഉണ്ടോ, എയർ റെസിസ്റ്റൻസ് ഒക്കെ ഉണ്ടല്ലേ, അതേപോലെ അതിനെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് ആയിട്ട് എടുക്കാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ, ഇതിന്റെ തന്നെ ഒരു ബി പാർട്ട് നമുക്ക് ഉണ്ടായിരുന്നു. A spring of force constant K is stretched to double its initial length L. Calculate its final force in spring, elastic energy stored in the spring, work done by the external force. അപ്പോൾ എന്താണ്? ഒരു സ്പ്രിംഗ് ഉണ്ട്. ആ സ്പ്രിങ്ങിനെ നമ്മൾ എന്ത് ചെയ്യാണ്? സ്ട്രെച്ച് ചെയ്യാണ്. എൽ എന്ന് പറയുന്ന ഒരു സ്പ്രിങ്ങിന്, ഇതാണ് സ്പ്രിംഗ് എന്ന് വിചാരിക്കാം. ഇത് എൽ ലെങ്ത് ഉള്ള ഒരു സ്പ്രിംഗ് ആണ്. ഇതിനെ ഞാൻ 2L ലെങ്ത്തിലേക്ക്, ഇതിന്റെ ഡബിൾ ലെങ്ത്തിലേക്ക് ഞാൻ എന്ത് ചെയ്യാണ്? സ്ട്രെച്ച് ചെയ്യാണ്. അങ്ങനെ ഞാൻ സ്ട്രെച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഫൈനൽ ഫോഴ്സ് എത്രയാണ് ഈ സ്പ്രിങ്ങിൽ ആക്ട് ചെയ്യണം. അതേപോലെ ഇതിലുള്ള ഇലാസ്റ്റിക് എനർജി, സ്റ്റോർ ചെയ്യപ്പെട്ടിട്ടുള്ള ഇലാസ്റ്റിക് എനർജി എത്രയായിരിക്കും? അതേപോലെ ഇതിൽ വർക്ക് ഡൺ ബൈ ദ എക്സ്റ്റേണൽ ഫോഴ്സ് എന്താണ്? ഈ മൂന്നെണ്ണം നമ്മൾ എന്ത് ചെയ്യണം? കാൽക്കുലേറ്റ് ചെയ്യണം. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. എല്ലാവരും റെഡി അല്ലേ? നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം കേട്ടോ. ഫസ്റ്റ് വേണ്ടത് ഫൈനൽ ഫോഴ്സ് അല്ല. അപ്പൊ ഇതിൽ നിങ്ങൾ ഫസ്റ്റ് അറിഞ്ഞിരിക്കേണ്ട കാര്യം ഹൂക്സ് ലോ ആണ്. ഹൂക്സ് ലോ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സ്പ്രിങ്ങിന്റെ പ്രോബ്ലംസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് ഹൂക്സ് ലോ? Hooke's law states that the force exerted by the spring is directly proportional to the displacement from its equilibrium position. അതായത് ഇതിൽ ഒരു സ്പ്രിങ്ങിൽ ആക്ട് ചെയ്യപ്പെടുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് അതിന്റെ ഡിസ്പ്ലേസ്മെന്റ്, അതിന്റെ ഇനീഷ്യൽ പൊസിഷൻ അല്ലെങ്കിൽ അതിന്റെ ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്ന് അതിനുണ്ടായിട്ടുള്ള ഡിസ്പ്ലേസ്മെന്റിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ഓക്കെ, സോ അതെങ്ങനെ വരിക? F = -k × x. അതായത് എഫ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എക്സ് ആണ് അല്ലെ. അതിന്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നെഗറ്റീവ് സൈൻ എടുക്കുന്നത്. അപ്പൊ F = -kx എന്നതാണ് എന്ത്? ഹൂക്സ് ലോ പ്രകാരം ഒരു ഇക്വേഷൻ വരുന്നത്. ഓക്കെ, ഈ ഒരു ഇക്വേഷനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ ഇത്തരം പ്രോബ്ലംസിനെ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? അറ്റൻഡ് ചെയ്യുന്നത്. ഓക്കെ, അതിൽ k എന്താണ്? ഞാൻ പറഞ്ഞ പോലെ കോൺസ്റ്റന്റ് ആണ്. എക്സ് എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് ആണ് അല്ലെ. ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്നുള്ള ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ഇക്വേഷനിലേക്ക് അതങ്ങ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഒന്നുമില്ല, ഞാൻ എന്ത് ചെയ്തു? ഇതിൽ കാണുന്ന പോലെ തന്നെ എന്ത് ചെയ്യാണ്? F = -kx ആണ് അല്ലെ. ഇവിടെ നമുക്ക് -k × x എന്താ വരുന്നത്? ആ ഒരു ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ് വരുന്നത്? L ലെങ്ത് ഇല്ലാതെ ഞാൻ വീണ്ടും എന്ത് ചെയ്യാണ്? ഒരു L കൂടെ ഡബിൾ ആക്കുകയാണ് അല്ലേ. അപ്പൊ എന്താണ്? 2L ആണ് വരുന്നത്. 2L അല്ലേ വരിക? 2L വരും. -2kl ആണ് വരുന്നത്. എന്താണ് ഫോഴ്സ് വരുന്നത്? -2kl ആയിരിക്കും അതിൽ വരുന്ന ഫോഴ്സ് എന്ന് പറയുന്നത്. ഇങ്ങനെയാണ്, സിമ്പിൾ ആണ്. ഹൂക്സ് ലോയിൽ ജസ്റ്റ് ആ ഒരു ഡിസ്പ്ലേസ്മെന്റ് നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പൊ -2kl എന്നതാണ് അതിന്റെ
ആൻസർ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് എന്താ കാണാനുള്ളത്? ഇലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം അല്ലെ? ഇലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജി. ഇലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ എന്താ ചോദിച്ചു കഴിഞ്ഞാൽ യു ഈക്വൽ ടു ഹാഫ് ഇൻറ്റു കെ എക്സ് സ്ക്വയർ ആണ്. ഓക്കെ, അതിൽ യു എന്താണ്? ഇലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജി ആണ്. ഇനി അതിൽ കെ എന്താണ്? കെ എന്ന് പറയുന്നത് സ്പ്രിംഗ് കോൺസ്റ്റന്റ് ആണ്. നേരത്തെയും നമ്മൾ കണ്ടു, ആ ഒരു പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടിയിട്ടുള്ള കോൺസ്റ്റന്റ് ആണ് കെ. അതിനെന്ത് വിളിക്കും നമ്മൾ? സ്പ്രിംഗ് കോൺസ്റ്റന്റ് എന്ന് വിളിക്കും. ഓക്കെ, ഇനി x is the displacement from the equilibrium position. In this case, the displacement x is twice the initial length. അല്ലേ? So x equal to 12. ഇവിടെ എന്താണ്? ഇനി x എന്താണ് ഡിസ്പ്ലേസ്മെന്റ്? ഒന്നുമില്ല, നമ്മൾ ഓൾറെഡി കണ്ടു. എന്താണ് x എന്താണ്? ആ ഒരു ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ്? 2L ആണ്. ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? അതിൽ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അപ്പം നമുക്ക് എന്ത് എഴുതാം? u ഈക്വൽ ടു ഹാഫ് ഇൻറ്റു കെ, ഹാഫ് ഇൻറ്റു എക്സ് സ്ക്വയർ ആണല്ലേ? എക്സ് സ്ക്വയറിനെ എനിക്ക് എന്ത് എഴുതാൻ പറ്റും? 2L സ്ക്വയർ എന്ന് എഴുതാം അല്ലേ? 4L സ്ക്വയർ എന്ന് എഴുതാം. ഹാഫും ഇതും ക്യാൻസൽ ചെയ്താൽ എനിക്ക് 2KL സ്ക്വയർ എന്ന് എഴുതാൻ പറ്റും. അപ്പം എത്രയാണ് വരുന്നത്? ഇലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജി സ്റ്റോർഡ് എത്രയാണ് വരുന്നത്? 2K ഇൻറ്റു L സ്ക്വയർ ആണ് അല്ലേ? ഇനി ഒരു ക്വാണ്ടിറ്റി കൂടെ നമുക്ക് എന്ത് ചെയ്യാനുണ്ട്? കാൽക്കുലേറ്റ് ചെയ്യാനുണ്ട് അല്ലേ? അതെന്താണ്? The work done by the external force ആണ് അല്ലേ? അപ്പോൾ the work done by the external force in stretching the spring can be calculated using the below equation. Okay, അപ്പോൾ താഴെയുള്ള ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഒരു വർക്ക് ഡൺ കാണാൻ പറ്റും. അപ്പോൾ എങ്ങനെയായിരിക്കും നമ്മൾ അത് കാണുന്നത്? വർക്ക് ഡൺ W ഈക്വൽ ടു ഇൻ്റഗ്രേഷൻ ഫ്രം x1 to x2 f dx. എഫ് ഇൻറ്റു ഡി എക്സ് ആണ്, അല്ലെങ്കിൽ എഫ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണ്, ഫോഴ്സിന്റെ ഡിസ്പ്ലേസ്മെന്റ് ആണല്ലേ വർക്ക് എന്ന് പറയുന്നത്. അതിനെ പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? x1 to x2 ആണ് എന്ത് ചെയ്യുന്നത്? ഇലോങ്ങേറ്റ് ചെയ്യുന്നത് സ്പ്രിങ് എന്നുണ്ടെങ്കിൽ അതുവരെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? ടോട്ടൽ വർക്ക് ഡൺ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അല്ലേ? സോ ഇവിടെ x1ഉം ആദ്യം ഇവിടെ x1ഉം x2ഉം നമ്മൾ എത്ര എടുക്കുക? 0 to x2L ആയിരിക്കും അല്ലേ? ഇക്വിലിബ്രിയം പൊസിഷൻ 0യിൽ നിന്ന് നമ്മൾ എന്തെടുക്കുകയാണ്? 2L. ആ ഒരു സ്പ്രിങ്ങിന്റെ ലെങ്ത്തിന്റെ ഡബിൾ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കൊടുക്കുന്നത് അല്ലേ? ഇനി ഫോഴ്സ് എന്താ വരിക? ഫോഴ്സ് നമുക്ക് ഹൂക്സ് ലോ പ്രകാരം നമുക്ക് അറിയാം F ഈക്വൽ ടു -kx ആണ്. അതിനെ നമ്മൾ എന്ത് ചെയ്തു? L സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമുക്ക് അതിനെ എന്ത് എഴുതാൻ പറ്റും അല്ലേ? ഇനി ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ഒരു ലിമിറ്റ് കൊടുത്തിട്ട് ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് വരാം. ഓക്കെ, നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് തുടങ്ങാം. ജസ്റ്റ് പറഞ്ഞുതരാം സ്റ്റെപ്പ്, അതിൽ കൊടുത്തിരിക്കുന്ന സ്റ്റെപ്പ് നമുക്ക് ഒന്നുകൂടെ നോക്കാം എങ്ങനെയാ വരുന്നത്. ഇന്റഗ്രേഷൻ നടത്തണം. 0 to 2L ആണ് നടക്കുന്നത്. കാരണം എന്താണ്? അതാണ് നമ്മുടെ ഇത് വരുന്നത് അല്ലേ? അപ്പം -kx ഇൻറ്റു എക്സ് എന്ന് എനിക്ക് എഴുതാൻ പറ്റും. എനിക്ക് എഴുതി കൂടെ? അതാണ് ഞാൻ ഈ ഒരു ഫസ്റ്റ് ഇക്വേഷനിൽ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, -kx ഇൻറ്റു ഡി എക്സ്, -kx ഇൻറ്റു ഡി എക്സ് അല്ലേ? ഇനി എന്ത് ചെയ്യാണ് ഞാൻ? ആ കെനെ എനിക്ക് പുറത്തേക്ക് എടുക്കാൻ പറ്റുമോ? പറ്റും. കാരണം എന്താ? കെ കോൺസ്റ്റന്റ് ആണ്. കോൺസ്റ്റന്റിനെ ഞാൻ എന്ത് ചെയ്യണ്ട? ഇന്റഗ്രേറ്റ് ചെയ്യേണ്ട കാര്യമില്ല, ഇല്ലല്ലോ. ഞാൻ എടുത്തു കഴിഞ്ഞാൽ -k ഇൻറ്റു 0 to 2L പിന്നെ എക്സ് ഡി എക്സ്. ഇന്റഗ്രേഷൻ ഓഫ് എക്സ് ഡി എക്സ് എന്താണ്? ഇന്റഗ്രേഷൻ ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് x²/2 ആണ് അല്ലെ? എന്താണ്? x²/2 ആണ്. അതിനെ പിന്നെ ഞാൻ എന്ത് ചെയ്യണം? ഇന്റഗ്രേറ്റ് ചെയ്യണം. എത്രയാണ് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്? 0 to 2L ഞാൻ ഇന്റഗ്രേറ്റ് ചെയ്യണം. ഞാൻ അങ്ങനെ 0 to 2L ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്ത് എഴുതേണ്ടത്? ഈ ഒരു സ്റ്റെപ്പിൽ ഞാൻ എന്ത് എഴുതാം? ഈക്വൽ ടു -k 2L സ്ക്വയർ അല്ലേ? അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു ഇക്വേഷൻ അപ്ലൈ ചെയ്യണം, വേണ്ടേ? ഇങ്ങനെയാണ് ഇത് വന്നത്. അപ്പർ ലിമിറ്റ് ടു ലോവർ ലിമിറ്റ് ഞാൻ എന്ത് ചെയ്യും? ആ ഇന്റഗ്രേഷൻ അപ്ലൈ ചെയ്യും അല്ലെ? അങ്ങനെ ആകുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? വർക്ക് W ഈക്വൽ ടു എനിക്ക് എന്ത് കിട്ടും? -k ഇൻറ്റു 2L സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, ദെൻ വർക്ക് ഡൺ ഈക്വൽ ടു -2KL സ്ക്വയർ എന്ന് എനിക്ക് അതിനെ എഴുതാൻ പറ്റും. അപ്പോൾ വർക്ക് ഡൺ എത്രയാണ്? W ഈക്വൽ ടു -2KL സ്ക്വയർ. ഓക്കെ അല്ലേ? നമ്മൾ എന്തൊക്കെ കണ്ടു? ഫോഴ്സ് കണ്ടു, ഇലാസ്റ്റിക് പൊട്ടൻഷ്യൽ കണ്ടു, പിന്നെ എന്താ കണ്ടേ? വർക്ക് ഡണ്ണും കണ്ടു. ഇത്രയല്ലേ നമ്മളോട് ചോദിച്ചിട്ടുള്ളത്? ഇത്രയാണ് എന്ത് ചെയ്തിട്ടുള്ളത്? നമ്മളോട് അതിൽ ചോദിച്ചിട്ടുള്ളത് അല്ലേ? നമ്മൾ അത്രയും കണ്ടില്ലേ?
ക്ലിയർ ആയോ എല്ലാവർക്കും ആ ക്വസ്റ്റ്യൻ? എന്താണ് കൺസർവേറ്റീവ് ഫോഴ്സ്, എന്താണ് നോൺ കൺസർവേറ്റീവ് ഫോഴ്സ്, അതിന്റെ എക്സ്പ്ലനേഷൻസും നമ്മൾ കണ്ടു. ഓക്കെ, ഞാൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോട്ടെ. എന്നാ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ചോദിച്ചിട്ടുള്ളത് സ്റ്റേറ്റ് ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഫാരഡേസ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷന്റെ ലോ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. പിന്നെ ചോദിച്ചിട്ടുള്ളത് വാട്ട് ആർ എഡ്ഡി കറന്റ്സ്? Give one advantage and disadvantages of eddy current. Give the method to reduce eddy currents in the electrical appliances. Okay, eddy current എന്താ, eddy currentന്റെ അഡ്വാൻറ്റേജ് എന്താ, ഡിസഡ്വാൻറ്റേജ് എന്താ, ഇതിന് എക്സാമ്പിൾസ് വേണം. ഇനി ഇലക്ട്രിക്കൽ അപ്ലയൻസസിൽ ഈ എഡ്ഡി കറന്റിന്റെ പ്രസൻസ് കളയാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കുറയ്ക്കാൻ വേണ്ടിയിട്ട്, റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന മെത്തേഡുകൾ എന്തൊക്കെയാണെന്നാണ് നോക്കാം. സോ ഫസ്റ്റ് നമുക്ക് ഫാരഡേസ് ലോ എന്താന്ന് നോക്കാം. Faraday's law of electromagnetic induction states that the electromotive force or EMF induced in a closed loop is equal to the rate of change of magnetic flux through the loop. So mathematically we can express it as sigma equal to minus d phi divided by dt. Okay, അപ്പോൾ എന്താണ് ഒരു ഫാരഡേ ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ നമുക്ക് എന്ത് പറയാൻ പറ്റും? ആ ഒരു നമ്മുടെ ക്ലോസ്ഡ് ലൂപ്പിൽ ഒരു ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ്, അതിൽ ഉണ്ടാവുന്ന EMF എന്ന് പറയുന്നത് അതിൽ കൂടെയുള്ള മാഗ്നറ്റിക് ഫ്ലക്സിന്റെ ചേഞ്ചിന്, ആ ഒരു മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ആവുന്നതിന്റെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ്, അതായത് d∅dt, അതിന് ഈക്വൽ ആണ് എന്ത്, അതിൽ ഇൻഡ്യൂസ് ചെയ്തിട്ടുള്ള EMF എന്ന് പറയുന്നത്. എത്രത്തോളം ആ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ചേഞ്ച് ആവുന്നോ അതിത്രത്തോളം എന്ത് ചെയ്യും, അത്രത്തോളം നമുക്ക് അതിൽ EMF generate ചെയ്യും. So Faraday's law tells us that when there is a change in the magnetic field linking with a closed loop of wire, an EMF is induced in the wire, which in turn can cause a current to flow if the circuit is closed. അതായത് ഇങ്ങനെ മാഗ്നറ്റിക് ഫീൽഡ് അല്ലെങ്കിൽ എന്താണ് ഒരു ക്ലോസ്ഡ് സിസ്റ്റത്തിന് അറൗണ്ട് ഉള്ള മാഗ്നറ്റിക് ഫീൽഡിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യാണ്, ഒരു കറന്റ് അവിടെ ഇൻഡ്യൂസ് ആവും, ഒരു EMF അവിടെ ഇൻഡ്യൂസ് ചെയ്യാൻ കാരണമാവും. ഓക്കെ, അങ്ങനെ ഒരു EMF ഉണ്ടായി കഴിഞ്ഞാൽ ആ സിസ്റ്റം ഒരു ക്ലോസ്ഡ് സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ അതിൽ എന്ത് ചെയ്യും, ഒരു കറന്റ് ഫ്ലോയും ഉണ്ടാവും. ഓക്കെ, this phenomenon forms the basis for the operation of devices such as electric generators, transformers and inductors. അപ്പോൾ എന്താണ് ഈ ഒരു ഫാരഡേയുടെ ലോ ആണെന്ത്, ഇങ്ങനെ ഒരു മാഗ്നറ്റിക് ഫ്ലക്സ് അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ചേഞ്ച് ആകുമ്പോൾ ഒരു കറന്റ് ഇൻഡ്യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ള ഈ ഒരു തിയറി വെച്ചിട്ടാണ് നമ്മുടെ ട്രാൻസ്ഫോമറും ജനറേറ്ററും ഇൻഡക്ടറും ഈ ഒരു ഡിവൈസസ് എല്ലാം എന്ത് ചെയ്യുന്നത്, വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഇതാണ് എന്ത്, ഫാരഡേയുടെ ലോ. ഓക്കെ, നെക്സ്റ്റ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എന്താ, എഡ്ഡി കറന്റ് എന്താണെന്ന് അല്ലേ. എഡ്ഡി കറന്റ്സ് ആർ സർക്കുലർ കറന്റ്സ് ഇൻഡ്യൂസ്ഡ് ഇൻ കണ്ടക്റ്റീവ് മെറ്റീരിയൽസ്, ടിപ്പിക്കലി മെറ്റൽസ്, when they are exposed to changing magnetic field. ഓക്കെ, ഫാരഡേ ലോനുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫീൽഡ്, ഈ മാഗ്നറ്റിക് ഫീൽഡ് ചേഞ്ച് ആവുന്നതിനോട് കൂടി അതിൽ രൂപപ്പെടുന്ന ആ ഒരു കറണ്ട്, അങ്ങനെ ഒരു കറണ്ട് രൂപപ്പെടുന്ന സർക്കുലേറ്റിംഗ് കറണ്ട് രൂപപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫോം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ എന്ത് വിളിക്കും, എഡ്ഡി കറന്റ് എന്ന് വിളിക്കും. ഓക്കെ, അപ്പോൾ ഇതെന്താണ്, ഇതും ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ, ഫാരഡേ നേരത്തെ പറഞ്ഞിട്ടുള്ള ഫാരഡേ ലോയിൽ നമ്മൾ പരിചയപ്പെട്ട ആ ഒരു ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷന് തന്നെയാണ് എന്ത്, ഇതിനും കാരണം. ഓക്കെ, ഇനി ഇങ്ങനെ മെറ്റൽ പ്ലേറ്റ്സുകൾ അല്ലെങ്കിൽ മെറ്റൽസിനൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഇൻഡക്ഷൻ കൂടുതലായിട്ട് കാണുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ എന്ത് ചെയ്യണം, അഡ്വാൻറ്റേജസ് പഠിക്കണം അല്ലേ. എന്താണ് അഡ്വാൻറ്റേജസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹീറ്റിംഗ് ആപ്ലിക്കേഷൻസ് ഉണ്ട്. അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഒക്കെ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഹീറ്റിംഗ് ആപ്ലിക്കേഷൻസ് ആയിരുന്നു എന്ത് ഫസ്റ്റ് പറഞ്ഞിട്ടുള്ള അഡ്വാൻറ്റേജ് അല്ലേ. Eddy currents can be used for heating purposes in induction heating systems, which are efficient and precise method of heating conductive materials without direct contact. അപ്പോൾ എഡ്ഡി കറന്റിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എഡ്ഡി കറന്റ് എന്താണ്, ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഹീറ്റിംഗ് സിസ്റ്റത്തിൽ യൂസ് ചെയ്യാൻ പറ്റും. ഇതിനെ ഹീറ്റ് സിസ്റ്റത്തിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇതെന്താണ്, പ്രിസൈസ് ആയിട്ടും എഫിഷ്യൻ്റ് ആയിട്ടും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഇത്. ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ എവിടേക്കാണ് കൊണ്ടുവരണേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെറ്റലർജി ഉണ്ട്, വെൽഡിംഗ് ഉണ്ട്, കുക്കിംഗ് ഉണ്ട്.
ഈ ഒരു ഹീറ്റിനെ യൂസ് ചെയ്തിട്ട് നമുക്ക് അതിനെ മെറ്റലർജിയിൽ അത് യൂസ് ചെയ്യാൻ പറ്റും, കുക്കിങ്ങിൽ അതിനെ യൂസ് ചെയ്യാൻ പറ്റും, വെൽഡിങ്ങിൽ അതിനെ യൂസ് ചെയ്യാൻ പറ്റും. ഇത്രയും ഹീറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, എഡി കറന്റ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതെന്താണ്, അതിന്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. ഓക്കെ, നെക്സ്റ്റ് എന്താ, നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റ്. അപ്പൊ എന്താണ് നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റ് അല്ലെങ്കിൽ NDT എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എഡി കറന്റ് ടെസ്റ്റിംഗ് ഈസ് എ നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിംഗ് മെത്തേഡ് യൂസ്ഡ് ടു ഡിറ്റക്ട് ഡിഫക്ട്സ് ആൻഡ് അനോമലീസ് ഇൻ കണ്ടക്റ്റീവ് മെറ്റീരിയൽസ് ഇൻക്ലൂഡിംഗ് സർഫസ് ക്രാക്സ്, വോയിഡ്സ് ആൻഡ് മെറ്റീരിയൽ തിക്നെസ് variations. It is fast, versatile and can be used on complex shapes and size of objects. ഇത് എന്ത് ചെയ്യാം, നമുക്ക് എഡി കറന്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണ്ടക്ടേഴ്സിലുള്ള അല്ലെങ്കിൽ കണ്ടക്റ്റീവ് മെറ്റീരിയൽസിലുള്ള അതിൻ്റെ ഡിഫക്റ്റിനെയും അനോമലീസിനെയും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ എന്തെങ്കിലും കണ്ടക്ടേഴ്സിലൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ, അല്ലെങ്കിൽ എന്താണ് വോയിഡ്സ് ഉണ്ടോ, ക്രാക്സ് ഉണ്ടോ, മെറ്റീരിയലിൻ്റെ തിക്നെസ്സിന് വേരിയേഷൻസ് ഉണ്ടോ, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഡി കറന്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ഇതെന്താണ്, വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഷേപ്സിലും സൈസിലും ഒക്കെ നമുക്ക് ഇത് എന്താണ്, വളരെ ഫാസ്റ്റും വെസറ്റൈലും ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. അപ്പം രണ്ടാമത്തെ ആപ്ലിക്കേഷൻ അതാണ് കേട്ടോ. നെക്സ്റ്റ് ഒരു അഡ്വാൻറ്റേജ് കൂടെ ഞാൻ പറഞ്ഞു തരാം, ഇലക്ട്രോ മാഗ്നറ്റിക് ബ്രേക്കിംഗ്. Okay, eddy currents are employed in electromagnetic braking system which provide smooth and controlled braking in applications such as trains, elevators and roller coasters. This braking method is efficient, requires minimal maintenance and operates silently. എന്താ വെച്ച് കഴിഞ്ഞാൽ എഡി കറന്റ് നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് ബ്രേക്കിങ്ങിൽ യൂസ് ചെയ്യുന്നുണ്ട്. അത് എവിടെയൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ട്രെയിനിൻ്റെയും എലവേറ്റേഴ്സിൻ്റെയും നമ്മുടെ റോളർ കോസ്റ്റേഴ്സ് ഒക്കെ ഇല്ലേ, അതിലൊക്കെ നമ്മൾ ബ്രേക്കിംഗ് സിസ്റ്റത്തിൽ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് യൂസ് ചെയ്യുന്നത് കൊണ്ടുള്ളൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഫിഷ്യൻ്റ് ആണ്, പിന്നെന്താണ് മിനിമൽ മെയിൻ്റനൻസ് മതി, ഇതിന് മിനിമൽ മെയിൻ്റനൻസ് മതി, പിന്നെന്താണ് ഓപ്പറേറ്റ് സൈലൻ്റ്ലി ആയിട്ടാണ്, വലിയ സൗണ്ട് ഒന്നും ഉണ്ടാക്കാതെയാണ് ഇത് എന്ത് ചെയ്യുന്നത്, ഓപ്പറേറ്റ് ചെയ്യുന്നത്. അതും എന്താണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. ഓക്കെ, നെക്സ്റ്റ് അപ്പം നമ്മൾ 3 അഡ്വാൻറ്റേജ് പഠിച്ചു. നമുക്ക് ഒന്ന് എഴുതിയാൽ മതി, നിങ്ങൾ ഈ 3 ഏതെങ്കിലും എന്ത് ചെയ്യുക എഴുതുക. ഓക്കെ, പിന്നെ എന്ത് ചെയ്യാം, നെക്സ്റ്റ് അതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം അല്ലേ. അപ്പോൾ ഡിസഡ്വാൻറ്റേജസ് എന്താ, എനർജി ലോസ് തന്നെയാണ് അല്ലേ. ഇൻ മെനി ആപ്ലിക്കേഷൻ എഡി കറൻസ് റിസൾട്ട് ഇൻ എനർജി ലോസ് ഇൻ ദ ഫോം ഓഫ് ഹീറ്റ്. ദിസ് ക്യാൻ റെഡ്യൂസ് ദ എഫിഷ്യൻസി ഓഫ് ഇലക്ട്രിക്കൽ ഡിവൈസസ്. നമ്മൾ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് നമ്മൾ പല ആപ്ലിക്കേഷനിൽ യൂസ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ കൂടെ ചില ആപ്ലിക്കേഷൻസിലേക്ക് വരുന്ന സമയത്ത് ഈ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്താണ്, എനർജി ലോസ് ആണല്ലേ. നമ്മളിങ്ങനെ എന്തെങ്കിലും വർക്ക് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഡിവൈസിൽ നിന്ന് ഭയങ്കരമായിട്ട് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്താണ്, നമുക്ക് വേണ്ട എനർജിയാണ് എന്ത് ചെയ്യുന്നത്, ഹീറ്റിന്റെ രൂപത്തിൽ അവിടെ വേസ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പം എന്താണ് ഹീറ്റ്, എന്താണ് എനർജി വേസ്റ്റ് അല്ലെങ്കിൽ എനർജീൻ്റെ ലോസ് എന്ത് ചെയ്യുന്നുണ്ട്, ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. പ്രത്യേകിച്ച് എന്താണ് നമ്മുടെ മെക്കാനിക്കൽ ഡിവൈസസ്, മോട്ടോഴ്സ് അല്ലെങ്കിൽ അതിൽ എന്താ ട്രാൻസ്ഫോമേഴ്സ്, ഇതൊക്കെ എന്താണ് ഇങ്ങനെ ഒരു പ്രശ്നം വരുന്നത്. അപ്പം എന്താ അതിൻ്റെ ഓപ്പറേറ്റിംഗ് കോസ്റ്റും മെയിൻ്റനൻസും പെർഫോമൻസിലും ഒക്കെ എന്ത് ചെയ്യും, ഇത് എഫക്റ്റ് ചെയ്യും എഡി കറന്റ് അല്ലേ. നെക്സ്റ്റ് ഡിസഡ്വാൻറ്റേജ് എന്താ, കോംപ്ലക്സിറ്റി ഇൻ ഡിസൈൻ. എന്താണ് കോംപ്ലക്സിറ്റി ഇൻ ഡിസൈൻ ഇതിങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഡിസൈനിങ് സിസ്റ്റംസ് ടു mitigate the adverse effects of eddy currents such as transformers with laminated cores or electromagnetic braking systems with optimized designs can be complex and require careful consideration of material properties and operation conditions. അതായത് ഇങ്ങനെ എഡി കറന്റിന്റെ പ്രസൻസ് വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, ഡിവൈസസിൻ്റെ ഒക്കെ ഡിസൈൻ ഒന്നും കൂടെ കോംപ്ലിക്കേറ്റഡ് ആക്കേണ്ടതായിട്ട് വരും. നമുക്കറിയാം കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഡിസൈൻ ചെയ്യാന്ന് പറഞ്ഞാൽ അതെന്തല്ല, അത് യൂസർ ഫ്രണ്ട്ലി അല്ല, പെർഫോമൻസിനെയും ബാധിക്കും, എല്ലാത്തിനെയും ബാധിക്കും അല്ലേ. അപ്പം ഇങ്ങനെ ഒരു ഡിസൈനിലുള്ള ഒരു കോംപ്ലക്സിറ്റി ഇത് എന്ത് ചെയ്യുന്നുണ്ട്, എഡി കറൻസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇതിനെ എങ്ങനെ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും, ഇലക്ട്രിക്കൽ അപ്ലയൻസസിൽ ഈ ഒരു എഡി കറന്റ് വരുന്നത് എങ്ങനെ നമുക്ക് കുറയ്ക്കാൻ പറ്റും എന്ന് നോക്കാം. അതിനുള്ള ഫസ്റ്റ് ഒരു മെത്തേഡാണ് യൂസ് ഓഫ് ലാമിനേറ്റഡ് കോർസ്. ലാമിനേറ്റഡ് കോർസ് ആണ് നമ്മൾ ഡിവൈസസിൽ, മോട്ടോഴ്സിലാണെങ്കിലും ട്രാൻസ്ഫോമേഴ്സിലൊക്കെയാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു എഡി കറന്റ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് സെലക്ഷൻ ഓഫ് ഹൈ റെസിസ്റ്റൻസ് മെറ്റീരിയൽസ്. ഇങ്ങനെ ഹൈ റെസിസ്റ്റൻസ് ആയിട്ടുള്ള മെറ്റീരിയൽസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ത് ചെയ്യാൻ പറ്റും, കുറയ്ക്കാനായിട്ട് പറ്റും. ഓക്കെ, ലാമിനേറ്റഡ് കോഴ്സ് യൂസ് ചെയ്യുക, ഹൈ റെസിസ്റ്റൻസ് മെറ്റീരിയൽസ് നമ്മൾ എന്ത് ചെയ്യണം, യൂസ് ചെയ്യണം. ഓക്കെ,
ഇനി എഡി കറന്റ് ഷീൽഡ്സ് ഉണ്ട് കേട്ടോ. സം കേസസിൽ നമുക്ക് എന്ത് ചെയ്യാം, എഡി കറന്റ് ഷീൽഡ്സ് ഓർ സ്ക്രീൻസ് മെയ്ഡ് ഫ്രം കണ്ടക്റ്റീവ് മെറ്റീരിയൽസ് മേ ബി പ്ലേസ്ഡ് അറൌണ്ട് കമ്പോണൻസ് ടു റീഡയറക്റ്റ് ഓർ അബ്സോർബ് എഡി കറന്റ്സ് റെഡ്യൂസിങ് ദെയർ ഇമ്പാക്ട് ഓൺ നിയർ ബൈ കമ്പോണൻസ്. അതായത് എഡി കറന്റ് ഷീൽഡ്സ് അല്ലെങ്കിൽ എഡി കറന്റ് സ്ക്രീൻസ് എന്ന് പറയുന്ന ഡിവൈസ് നമ്മൾ എന്ത് ചെയ്യും, പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ്ലി അത് അതിലേക്ക് എന്ത് ചെയ്തോളും, എഡി കറന്റിന്റെ എഫക്റ്റ് അതിലേക്ക് പോയിക്കോളും. അപ്പം ഇതെന്താണ്, നെയ്ബറിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ അഡ്ജസെന്റ് ആയിട്ടുള്ള വേറെ കമ്പോണൻസിലേക്കും ഒന്നും എന്ത് ചെയ്യില്ല, ഈ എഡി കറന്റ് എഫക്റ്റ് ചെയ്യില്ല. ഓക്കെ, അപ്പൊ എഡി കറന്റ് ഷീൽഡ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാൻ പറ്റും. ഇനി ഫ്രീക്വൻസി സെലക്ഷൻ ആണ് കേട്ടോ. In high frequency application, reducing the operating frequency can help mitigate the effect of eddy currents. അതായത് ഫ്രീക്വൻസി നമ്മൾ ഓപ്പറേറ്റിംഗ് ഫ്രീക്വൻസി എന്താണ്, നമ്മളൊന്ന് റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു എഡി കറന്റിനെ കുറയ്ക്കാൻ പറ്റും. അപ്പോൾ ഫ്രീക്വൻസി സെലക്ട് ചെയ്യുക, എഡി കറന്റ് ഷീൽഡ്സ് ഓർ സ്ക്രീൻസ് യൂസ് ചെയ്യുക, ലാമിനേറ്റ് ചെയ്യുക, പിന്നെ എന്താ നമ്മൾ പറഞ്ഞത്, ഹൈ റെസിസ്റ്റൻസ് മെറ്റീരിയൽസ് യൂസ് ചെയ്യുക. ഇതൊക്കെ യൂസ് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഡി കറന്റിനെ കുറയ്ക്കാനായിട്ട് പറ്റും. ഓക്കെ, സോ ഇത്രയാണ് നമ്മൾ ഫിസിക്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഫിസിക്സിൻ്റെ ലൈവ് ഇതോടെ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഇതുവരെ ഉള്ളതിൽ എന്തെങ്കിലും ടോപ്പിക്ക് മനസ്സിലാവാത്തതുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ഇപ്പോൾ ചോദിക്കാം. ഇനി ഏതെങ്കിലും ടോപ്പിക്സിനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ ഇൻഫോർമേഷൻസ് വരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മളുമായിട്ട് കോണ്ടാക്ട് ചെയ്യാം. ഏതെങ്കിലും ഡൗട്ട്സ് നിങ്ങൾക്ക് എക്സാമിന് മുമ്പ് ഏതെങ്കിലും ടോപ്പിക്സ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ടീമിനെ കോൺടാക്ട് ചെയ്യാൻ പറ്റും. ഇതുവരെ എടുത്തതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ, ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ, എന്തെങ്കിലും ടോപ്പിക്ക് ക്ലിയർ ആവാത്തതുണ്ടോ? എല്ലാവർക്കും ക്ലിയർ ആയോ ടോപ്പിക്ക്? എല്ലാവർക്കും ക്ലിയർ ആയോ? എല്ലാവർക്കും ക്ലിയർ ആയെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക. പിന്നെ ഈ ലൈവിന്റെ ലിങ്ക് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ആർക്കൊക്കെ ഇത് ഹെൽപ്ഫുൾ ആവുമെന്ന് തോന്നുന്ന എല്ലാവർക്കും നിങ്ങൾ എന്ത് ചെയ്യണം, ലൈവ് ക്ലാസ്സിന്റെ ലിങ്ക് എന്ത് ചെയ്യണം, ഷെയർ ചെയ്യണം. കൂടാതെ തന്നെ ആരെങ്കിലും ലൈക്ക് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ലൈക്കും ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ടീമിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സോ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. താങ്ക് യു എവ്രി വൺ. ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ്. എല്ലാവരും നന്നായിട്ട് എഴുതും. ഓക്കെ, സീ യു ഓൾ ഓഫ് യു. ബൈ.